മാസ്റ്റർ കെ അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോസ് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടിട്ട് കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ടോപ്പിക്കും അതിൻ്റെ ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ സെക്ഷനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം കേട്ടിട്ടിൻ്റെ ടോപ്പിക്സ് എന്ന് പറയുന്നത് നമുക്കൊരു +2 ലെവൽ ടോപ്പിക്കുകളാണ് നമ്മളുടെ സിലബസിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് +2 ലെവലും അതിനോടൊപ്പം തന്നെ ഡിഗ്രി ലെവലിലെയും കുറച്ച് ഹയർ ലെവലിലേയും കൂടെ ക്വസ്റ്റ്യൻസും കൂടെ വർക്കൗട്ട് ചെയ്ത് ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം എന്തായാലും നമുക്ക് നേരെ നമ്മുടെ ടോപ്പിക്കിലോട്ട് പോകും. നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ സെക്ഷനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ സിലബസിൽ കൊടുത്തേക്കുന്ന ഈ ഒരു ടോപ്പിക്കാണ്. ടോപ്പിക്ക് ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് ആണ്. ഇന്നത്തെ നമുക്ക് മെയിനായിട്ടും ഡിസ്കസ് ചെയ്യാനുള്ളത് ഒന്ന് ബേസിക് കൺസെപ്റ്റ്സ് ആണ്, അതായത് ഈ ആറ്റവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ. അതിനുശേഷം ആറ്റത്തിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം. ദെൻ സബ് അറ്റോമിക് പാർട്ടിക്കിൾസിനെ പറ്റി നമ്മൾ സ്റ്റഡി ചെയ്യുന്നുണ്ട്. അതിൽ ഇലക്ട്രോൺ, പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺസ് ആണ് അവർ സിലബസിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ അവരെ മൂന്നുപേരെ പറ്റിയായിരിക്കും നമ്മൾ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. ദെൻ റുദർഫോർഡ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ് സെപ്പറേറ്റ് ആയിട്ട് അവർ സിലബസിൽ എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ് എന്താണെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് പഠിക്കണം. ഒരു ഒബ്സർവേഷനും കൺക്ലൂഷനും കാര്യങ്ങളും എല്ലാം പഠിക്കണം. ദെൻ ആറ്റം മോഡൽസിനെ പറ്റി പറയുന്നുണ്ട്. അതിൽ ഒരുപാട് മോഡൽസ് ഒന്നും അവർ പറയുന്നില്ല. റുദർഫോർഡിൻ്റെ മോഡൽ പഠിക്കണം, ബോറിൻ്റെ മോഡൽ പഠിക്കണം, ഇലക്ട്രോൺ ഷെൽ മോഡലും പഠിക്കണം. ഓക്കെ, പിന്നെ സ്റ്റെബിലിറ്റി ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഇത്രയുമാണ് നമുക്ക് ഈ ഒരു സിലബസിനകത്ത് അവർ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് ഇതിൻ്റെ ക്വസ്റ്റ്യൻസും കൂടെ വർക്കൗട്ട് ചെയ്യുകയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ സെക്ഷനകത്ത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് പോകാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് കേസ്. നമുക്ക് എന്താണ് ആദ്യം ആറ്റം എന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് ആറ്റത്തെ പറ്റിയുള്ള കാര്യങ്ങൾ സ്റ്റഡി ചെയ്യാം. അതിലൊക്കെ ബേസിക് ആയിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. എല്ലാം ഒന്ന് റീകളക്ട് ചെയ്തെടുത്ത് മനസ്സിലാക്കുക. ഓക്കെ, ആറ്റം എന്ന് പറയുന്നത് സ്മാളസ്റ്റ് ഇൻഡിവിസിബിൾ യൂണിറ്റ് ഓഫ് എ മാറ്റർ ദാറ്റ് റീറ്റെയിൻ ദി കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എൻ എലമെന്റ്. ഒരു എലമെന്റിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് റീറ്റെയിൻ ചെയ്യുന്ന ഏറ്റവും സ്മാളസ്റ്റ് ആയിട്ടുള്ള, ഇൻഡിവിസിബിൾ ആയിട്ടുള്ള, ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത ഏറ്റവും സ്മാളസ്റ്റ് ആയിട്ടുള്ള എല്ലാ കെമിക്കൽ പ്രോപ്പർട്ടീസും റീറ്റെയിൻ ചെയ്യുന്ന ഒരു മാറ്റർ എന്തുവാ? വെയിറ്റ് ഉള്ളതും ഒക്യുപ്പൈ ചെയ്യാൻ സ്പേസ് ആവശ്യമായിട്ടുള്ള വസ്തുവിനെയാണ് നമ്മൾ മാറ്റർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു മാറ്ററിന്റെ ഏറ്റവും സ്മാളസ്റ്റ് ആയിട്ടുള്ള കെമിക്കൽ പ്രോപ്പർട്ടീസ് റീറ്റെയിൻ ചെയ്യുന്ന ഇൻഡിവിസിബിൾ ആയിട്ടുള്ള പാർട്ടിക്കിളിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആറ്റം എന്ന് വിളിക്കുന്നത്. ഈ ആറ്റം എന്ന് പറയുന്ന ടേം ഉണ്ടായിരിക്കുന്ന ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ്. ഗ്രീക്ക് വേർഡ് ആറ്റമോസ് എന്നാണ്. ആറ്റമോസിന്റെ മീനിങ് തന്നെ ഇൻഡിവിസിബിൾ എന്നാണ്. ഇതാണ് നമുക്ക് ഗ്രീക്ക് വേർഡ് ഓർത്ത് വെച്ചേക്കുക. ഗ്രീക്ക് വേർഡ് എന്ന് പറയുന്നത് ആറ്റമോസ് ആണ്. ആറ്റമോസ് എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് നമുക്ക് ആറ്റം എന്ന് പറയുന്ന ടേം ഉണ്ടായിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഗ്രീക്ക് വേർഡ് കറക്റ്റ് ആയിട്ടൊന്ന് ഓർത്ത് വെച്ചേക്കുക, ആറ്റമോസ്. ദെൻ നെക്സ്റ്റിലോട്ട് പോകാം നമുക്ക്. ഇനി നമുക്ക് കുറച്ച് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ്സ് നോക്കാം. അതായത് ഈ ആറ്റത്തിന്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് കൺസെപ്റ്റുകൾ, ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ്സ് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത്, ആദ്യമായിട്ട് ഈ ആറ്റത്തിന്റെ ഒരു ഐഡിയ നമുക്ക് തന്നത് ഡെമോക്രിറ്റസ് ആണ്. ഓക്കെ, ഫസ്റ്റ് പ്രപ്പോസ് ദി കൺസെപ്റ്റ് ഓഫ് ആറ്റം ആസ് ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾ. ആദ്യമായിട്ട് ആറ്റം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റും അതൊരു ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾ ആണെന്ന് പറയുന്നൊരു ഐഡിയയും നമുക്ക് തന്നത് ആരാണ്? ഡെമോക്രിറ്റസ് ആണ്. 1460 to 370 BC ആ റേഞ്ചിലാണ്. ഓക്കെ, അതിനുശേഷമാണ് ജോൺ ഡാൾട്ടൺ 1803 ആറ്റോമിക് തിയറി എന്ന് പറയുന്ന ഒരു തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ആറ്റത്തിന്റെ കുറേയധികം ക്യാരക്ടേഴ്സ് ഡിസ്ക്രൈബ് ചെയ്ത്. ശരിയല്ലേ? ആറ്റം ഏറ്റവും സ്മാളസ്റ്റ് പാർട്ടിക്കിൾ അതിനെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റത്തില്ല, ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല, ഒരു എലമെന്റ്സിന്റെ ആറ്റത്തിനെല്ലാം ഒരേ പ്രോപ്പർട്ടീസ് ആയിരിക്കും, ഡിഫറൻറ്റ്. ജോൺ ഡാൾട്ടൺ ആറ്റോമിക് തിയറി നമുക്ക് നോക്കാനുണ്ട്. ആറ്റം മോഡൽസ് പറയുമ്പോഴത്തേക്കും നമുക്ക് അതിനെപ്പറ്റി സ്റ്റഡി ചെയ്യാം. അതിനുശേഷം ജെ തോംസൺ ആണ് 1904 ഡിസ്കവറി ഓഫ് ഇലക്ട്രോൺ, അതായത് പ്ലം പുഡിംഗ് മോഡൽ എന്ന് പറയുന്ന ഒരു മോഡൽ പുള്ളിക്കാരൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, ആ മോഡൽ എന്താണെന്ന് നമുക്ക് പഠിക്കാനുണ്ട്. അത് ഈ നമ്മളുടെ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റിന് ശേഷമാണ് പുള്ളിക്കാരൻ തന്നെ ആ മോഡൽ കൊണ്ടുവരുന്നത്. ഓക്കെ, അതിനുശേഷം 1911 ഏണസ്റ്റ് റുദർഫോർഡ് ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, അവിടെ നമുക്ക് ഒരു നമ്മളുടെ പ്ലാനറ്റ് പോലെ നമുക്കൊരു ആറ്റത്തെ കൺസിഡർ ചെയ്യാമെന്നാണ് പുള്ളിക്കാരൻ്റെ ഒരു കൺസെപ്റ്റ്. ഓക്കെ, അതിനുശേഷം നീൽസ് ബോർ വന്നു. നീൽസ് ബോർ ആണ് മോഡൽ വിത്ത് ഇലക്ട്രോൺ ഷെല്ലുകൾ, അതായത് ഷെല്ലുകൾ ഉണ്ടെന്നുള്ള ഒരു ഐഡിയ കൊണ്ടുവന്നു. മറ്റേടുത്ത് ന്യൂക്ലിയസ് ഒരു ഇലക്ട്രോൺ കറങ്ങുന്ന ഒരു ഐഡിയ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അതിനുശേഷം ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ വന്ന് 1926 ക്വാണ്ടം കൺസെപ്റ്റ് ആണ് ആ മോഡലിന്റെ ബേസ് എന്ന് പറയുന്നത്. അവിടെ കുറെ മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ ബേസിലാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒരു ആറ്റത്തിന്റെ മോഡലും അതിന്റെ കാര്യങ്ങളും എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ക്വാണ്ടൈസ്ഡ് കൺസെപ്റ്റ് ആണ് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതാണ് ഒരു ഡെവലപ്മെന്റ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആറ്റത്തിന്റെ ഡെവലപ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇയറുകളൊന്ന് കറക്റ്റായിട്ട് ഓർത്ത് വെച്ചേക്കുക, ഓർഡറും ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക, എന്താണ് അവരുടെ ഐഡിയ എന്നും ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക.
ഓക്കെ, ദെൻ സോ നമ്മൾ നെക്സ്റ്റ് പോകുന്നത് ബേസിക് കൺസെപ്റ്റ്സിലോട്ടാണ്. അതായത് ഈ ആറ്റവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാവുന്ന കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം നമുക്ക് നമ്മുടെ സിലബസിൽ പറഞ്ഞേക്കുന്ന ഓരോരോ കാര്യങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ആദ്യം നമുക്ക് ബേസിക് കൺസെപ്റ്റ്സിലെ ആറ്റം എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു. ഏറ്റവും സ്മാളസ്റ്റ് പാർട്ടിക്കിളാണ്, ഇൻഡിവിസിബിൾ ആണ്, കെമിക്കൽ പ്രോപ്പർട്ടീസ് മാറ്ററിന്റെ റീറ്റെയിൻ ചെയ്യുന്നു അല്ലേ. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ആറ്റം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഡെഫിനിഷൻ ഇങ്ങനെയാണ്: ദ സ്മാളസ്റ്റ് യൂണിറ്റ് ഓഫ് മാറ്റർ ദാറ്റ് റീറ്റെയിൻ ദ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എൻ എലമെന്റ്. ഒരു എലമെന്റിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് റീറ്റെയിൻ ചെയ്യുന്ന മാറ്ററിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള യൂണിറ്റ്, അതിനെയാണ് നമ്മൾ കാരണം ഈ ആറ്റമാണ് അതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് തീരുമാനിക്കുന്നത്. ഓക്കെ, പല ആറ്റത്തിനും പല പ്രോപ്പർട്ടീസാണ്. ദെൻ അറ്റോമിക് സ്ട്രക്ചർ. എന്താണ് അറ്റോമിക് സ്ട്രക്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും സ്മാളസ്റ്റ് പാർട്ടിക്കിൾ ആണെന്ന് പറഞ്ഞല്ലോ, ഇതിനകത്ത് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ഉണ്ട്. ആറ്റത്തിനകത്ത് കാണപ്പെടുന്ന പാർട്ടിക്കിളിനെയാണ് നമ്മൾ സബ് അറ്റോമിക് പാർട്ടിക്കിൾ എന്ന് വിളിക്കുന്നത്. പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ, മൂന്ന് നമുക്ക് എടുത്ത് പറയുന്നുണ്ട് നമ്മുടെ സിലബസിൽ. അപ്പം ഇവർ മൂന്ന് പേരുടെയും അറേഞ്ച്മെന്റ്, ഇവരെ മൂന്ന് പേരെയും ആറ്റത്തിനുള്ളിൽ എങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്, എങ്ങനെയാണ് അവരെ അകത്ത് വെച്ചിരിക്കുന്നത്, ഈ അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ അറ്റോമിക് സ്ട്രക്ചർ എന്ന് വിളിക്കുന്നത്. ആ അറ്റോമിക് സ്ട്രക്ചറാണ് പല ആൾക്കാരും ഇന്നതാണ് ആറ്റത്തിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞ് മോഡൽസ് ഉണ്ടാക്കിയേക്കുന്നത്. ഓക്കെ, ദെൻ അതിനുശേഷം ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ആറ്റത്തിനകത്ത് കാണപ്പെടുന്ന ആറ്റത്തിന്റെ സെൻട്രലായിട്ട് കാണപ്പെടുന്ന ഒരു ഡെൻസ് പോർഷനാണ്. മീൻസ് പോസിറ്റീവ് ചാർജ് കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്ന ഒരു സ്മാളസ്റ്റ് റീജിയൻ. ആ റീജിയനെയാണ് നമ്മൾ ന്യൂക്ലിയസ് എന്ന് വിളിക്കുന്നത്. ആറ്റത്തിന്റെ ടോട്ടൽ വലുപ്പവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ന്യൂക്ലിയസിന്റെ വോളിയം എന്ന് പറയുന്നത് ഭയങ്കര ചെറുതാണ്. അത്രത്തോളം ചെറുതാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അത് പക്ഷേ ഇത് ഭയങ്കര ഡെൻസ് ആണ്. കാരണം ആറ്റത്തിന്റെ എല്ലാ പോസിറ്റീവ് ചാർജും ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു ചെറിയ പോർഷനാണ് നമ്മളുടെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഇപ്പം 100 പ്രോട്ടോൺസ് ഉണ്ടെങ്കിൽ 100 പ്രോട്ടോൺസും ആ ചെറിയൊരു പോർഷനകത്തായിരിക്കും ഇരിക്കുന്നത്. അപ്പം അത്രത്തോളം അത് ഡെൻസ് ആവും, ചാർജ് ഡെൻസിറ്റി ഉള്ള ഒരു റീജിയൻ ആവും. അതാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. സെൻട്രലാണ് ഇരിക്കുന്നത്, ഭയങ്കര ചെറുതാണ്. ഓക്കെ, അപ്രോക്സിമേറ്റ് 10⁻⁻15 ഒക്കെയാണ് അതിൻ്റെ റേഡിയസ് വരുന്നത്. ഭയങ്കര ചെറുതാണ്, പൈക്കോമീറ്റർ അത്രയും ചെറുതാണ്. ദെൻ ഇലക്ട്രോൺ ഷെല്ലുകൾ അല്ലെങ്കിൽ എനർജി ലെവലുകൾ. ഈ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ ഇരിക്കുന്ന സ്ഥലങ്ങളെയാണ് നിങ്ങൾ എന്തെന്ന് വിളിക്കുന്നത്, ഇലക്ട്രോൺ ഷെല്ലുകൾ അല്ലെങ്കിൽ എനർജി ലെവലുകൾ എന്ന് വിളിക്കുന്നത്. പല ടൈപ്പ് എനർജി ലെവലുകളുണ്ട്, കണ്ടുപിടിക്കാൻ പല കേസസ് നമുക്കുണ്ട്. നോക്കാം നമുക്ക് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക്. ഓക്കെ, ക്വസ്റ്റൻ ക്ലിയർ ആണല്ലോ, റീകളക്ട് ചെയ്തേ ഉള്ളൂ. ഇനി നമുക്ക് സബ് അറ്റോമിക് പാർട്ടിക്കിൾസിനെ പറ്റി സംസാരിക്കാം. അതിനുശേഷമാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളോട് പോകുന്നത്. സബ് അറ്റോമിക് പാർട്ടിക്കിൾസിന്റെ ഡിസ്കവറിയും നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ സ്റ്റഡി ചെയ്യുന്നുണ്ട്. സബ് അറ്റോമിക് പാർട്ടിക്കിളിൽ നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പാർട്ടിക്കിൾ പ്രോട്ടോൺ ആണ്. ആദ്യം നമുക്ക് പ്രോട്ടോണിനെ പറ്റി പറയാം. പ്രോട്ടോൺ എന്ന് പറയുന്നത് യൂണിറ്റ് പോസിറ്റീവ് ചാർജുള്ള യൂണിറ്റ് പോസിറ്റീവ് ആണ്. +1 ആണ് ചാർജ് വരുന്നത്. ഇത് നമ്മളുടെ റിലേറ്റീവ് ചാർജ് ആണ് ഈ +1 എന്ന് പറയുന്നത് കേട്ടോ. റിലേറ്റീവ് ചാർജ് ആണ് +1 എന്ന് പറയുന്നത്. വേറൊരാളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചാർജ് ആണ് +1. ഓക്കെ, പിന്നെ മാസ് എന്ന് പറയുന്നത് 1 AMU ആണ്. 1 അറ്റോമിക് മാസ് യൂണിറ്റ് ആണ് 1 AMU എന്ന് പറയുന്നത്. ഈ 1 AMU എന്ന് പറയുന്നത് 1.67 × 10⁻⁻27 കിലോഗ്രാം ആണ്. അവിടെ ഒരു കറക്ഷൻ ഉണ്ട്. ആക്ച്വലി 1.672 ആണ് ആക്ച്വലി വരുന്നത് കേട്ടോ. 1.672 × 10⁻⁻27 കിലോഗ്രാം ആണ് എന്തെന്ന് പറയുന്നത് 1 AMU എന്ന് പറയുന്നത്. അപ്പോൾ പ്രോട്ടോണിന്റെ ചാർജ്, റിലേറ്റീവ് ചാർജ് എന്ന് പറയാനാണ് എനിക്കിഷ്ടം. റിലേറ്റീവ് ചാർജ് +1 ആണ്. ദെൻ പ്രോട്ടോണിന്റെ ചാർജ് ഉണ്ട്, അതെന്താണെന്ന് നമുക്ക് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് പറയാം. ഞാനൊരു ടാബുലാർ ഫോമിൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ട്, അപ്പോഴത്തേക്ക് നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഇലക്ട്രോണിൻ്റെ ചാർജ് വരുന്നത് +1 ആണ്. പ്രോട്ടോണിൻ്റെ ചാർജ് വരുന്നത് +1 ആണ്. പ്രോട്ടോണിൻ്റെ മാസ് 1.672 × 10⁻⁻27 കിലോഗ്രാം ആണ്. ഇതിനെയാണ് നമ്മൾ 1 AMU എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദെൻ ലൊക്കേഷൻ വരുന്നത് ഇൻസൈഡ് ദി ന്യൂക്ലിയസ് ആണ്. എന്താണ് ഇതിൻ്റെ റോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറ്റോമിക് നമ്പർ തീരുമാനിക്കുക. അറ്റോമിക് നമ്പർ ആണ് പീരിയോഡിക് ടേബിളിൽ എത്രാമത്തെ പൊസിഷനിൽ ഇരിക്കണമെന്ന് തീരുമാനിക്കുന്നത്. ഈ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ആക്ച്വലി പ്രോട്ടോണുകളുടെ എണ്ണമാണ്. അപ്പം അറ്റോമിക് നമ്പർ നമുക്ക് തീരുമാനിക്കുന്നത് എന്തിൻ്റെ എണ്ണമാണ്? പ്രോട്ടോൺസിൻ്റെ എണ്ണമാണ്. അറ്റോമിക് നമ്പറിനെയാണ് നിങ്ങൾ Z എന്ന് വിളിക്കുന്നത്. അപ്പം പീരിയോഡിക് ടേബിളിൽ 10ാമത്തെ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ന്യൂക്ലിയസിനകത്ത് 10 പ്രോട്ടോൺസ് ഉണ്ടെന്നുള്ള മീനിങ് ആണ്. അതായത് 10 പ്രോട്ടോൺസ് ആണ് അയാളുടെ കയ്യിൽ ഇരിക്കുന്നത്. അറ്റോമിക് നമ്പർ 100 ആണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം 100 പ്രോട്ടോൺസ് അയാളുടെ കയ്യിലുണ്ടെന്ന്. അറ്റോമിക് നമ്പർ 50 എന്ന് പറഞ്ഞാൽ 50 പ്രോട്ടോൺസ് അയാളുടെ കയ്യിലുണ്ടെന്ന്. ഓക്കെ, അപ്പോൾ ഇതാണ് അറ്റോമിക് നമ്പറിനെ പറ്റി പറയാനുള്ളത്. രണ്ടാമത്തത് ന്യൂട്രോൺസ് ആണ്. ന്യൂട്രോൺസിന് ചാർജ് ഇല്ല, ചാർജ് 0 ആണ്. ചാർജ് 0 ആയിട്ടുള്ള ആറ്റത്തിന്റെ സബ് അറ്റോമിക് പാർട്ടിക്കിൾ ആണ് ന്യൂട്രോൺ. ഓക്കെ, ന്യൂട്രോണിന്റെ മാസ് എന്ന് പറയുന്നത് 1 അറ്റോമിക് മാസ് യൂണിറ്റിനെ കാട്ടിയും സ്ലൈറ്റ്ലി
സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ പ്രോട്ടോൺ. പ്രോട്ടോണിനെ കാട്ടി കുറച്ചും കൂടെ കൂടുതലാണ്. അതായത് 1.672 പകരം 1.675 ഇൻറ്റു 10⁻⁻27 കിലോഗ്രാം ആണ് ആരുടെ മാസ്? ന്യൂട്രോൺസിന്റെ മാസ്. അപ്പം പ്രോട്ടോണിനെ കാട്ടി ഇച്ചിരി കൂടെ വലിയ, കുറച്ചും കൂടെ ചെറിയൊരു ഇൻക്രീസ് ഉണ്ട് ആർക്ക്? നമ്മുടെ ന്യൂട്രോണിന്. അപ്പം അറ്റോമിക് മാസ് പ്രോട്ടോണിനെ കാട്ടി കുറച്ച് കൂടുതലാണ് ന്യൂട്രോൺസിന്. 1.672 പകരം 1.675 ആണ്. പിന്നെ ലൊക്കേഷൻ വരുന്നത് ഇൻസൈഡ് ദി ന്യൂക്ലിയസ് തന്നെയാണ്. ആറ്റത്തിനകത്ത് ന്യൂക്ലിയസിനകത്ത് തന്നെയാണ് നമ്മുടെ പ്രോട്ടോണും ന്യൂട്രോണും രണ്ടുപേരും കൂടി ഇരിക്കുന്നത്. ഓക്കെ. പിന്നെ ന്യൂട്രോണിന് ചാർജ് ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ന്യൂക്ലിയസിന്റെ ചാർജ് പ്രോട്ടോണിന്റെ പോസിറ്റീവ് ചാർജ് തന്നെ എടുക്കാൻ പറ്റുന്നത്. ഓക്കെ. പിന്നെ റോൾ എന്ന് പറയുന്നത്, ഈ പ്രോട്ടോൺ ആണെങ്കിൽ അറ്റോമിക് നമ്പർ ആണ്. പക്ഷെ പ്രോട്ടോണും ന്യൂട്രോണും കൂടെ നമുക്ക് കൂട്ടിയെടുത്താൽ നമുക്ക് മാസ് നമ്പർ കിട്ടും. ആറ്റത്തിന്റെ വെയിറ്റ്, മാസ് നമ്പർ. ഈ മാസ് നമ്പർ എന്ന് പറയുന്നത് പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും കൂടെ എണ്ണമാണ്. ഈ രണ്ടെണ്ണവും കൂടെ കൂട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? മാസ് നമ്പർ കിട്ടുന്നത്. പ്രോട്ടോണും ന്യൂട്രോണും കൂടെ കൂട്ടിയെടുക്കുമ്പോൾ നമുക്ക് മാസ് നമ്പർ കിട്ടും. ഇനി ഈ ന്യൂട്രോൺസിന് എണ്ണം കണ്ടുപിടിക്കാൻ, പ്രോട്ടോൺസിന് എണ്ണം കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എന്ത് നോക്കിയാൽ മതി? അറ്റോമിക് നമ്പർ നോക്കിയാൽ മതി. പീരിയോഡിക് ടേബിൾ എത്രാമത്തെ പൊസിഷൻ ആണെന്ന് നോക്കിയാൽ മതി. അതാണ് അറ്റോമിക് നമ്പർ. ഓക്കെ. ഇപ്പം എക്സ് ആണ് ഒരു എലമെന്റ് എങ്കിൽ ഈ എക്സിന്റെ ലെഫ്റ്റ് സൈഡിൽ എഴുതുന്ന അറ്റോമിക് നമ്പറും മുകളിൽ എഴുതുന്നത് മാസ് നമ്പറും ആയിരിക്കും. എ ലെഫ്റ്റ് സൈഡിൽ താഴെ എഴുതുന്ന അറ്റോമിക് നമ്പറും ലെഫ്റ്റ് സൈഡിൽ മുകളിൽ എഴുതുന്നത് മാസ് നമ്പറും ആയിരിക്കും. എ. അപ്പം ആ എ എന്ന് പറയുന്നത് പ്രോട്ടോൺസിന്റെയും ന്യൂട്രോൺസിന്റെ എണ്ണമാണ്. ഇത് പ്രോട്ടോൺസിന്റെ എണ്ണം മാത്രം. അപ്പൊ ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്താൽ പ്രോട്ടോണും ക്യാൻസൽ ആവും. അപ്പൊ എന്തിന്റെ എണ്ണമാവും? ന്യൂട്രോൺസിന്റെ എണ്ണം. സോ ന്യൂട്രോൺസിന്റെ എണ്ണം എന്ന് പറയുന്നത് മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ, എ മൈനസ് ഇസഡ്. അപ്പൊ ഇവിടെ ആണെങ്കിൽ നമുക്ക് ന്യൂട്രോൺസിന്റെ എണ്ണത്തെ എ മൈനസ് ഇസഡ് എന്ന് എഴുതാം. എ എന്ന് പറയുന്നത് നമ്മുടെ മാസ് നമ്പറും ഇസഡ് എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ. ഇതാണ് പ്രോട്ടോണിനെ ന്യൂട്രോണിനെ പറ്റി പറയാനുള്ളത്. സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ആണ് രണ്ടും. നെക്സ്റ്റ് ഇലക്ട്രോൺസ് ആണ്. ഇലക്ട്രോൺസിന്റെ ചാർജ് -1 ആണ്. റിലേറ്റീവ് ചാർജ് ആണ് -1. ഓക്കെ. പിന്നെ മാസ് എന്ന് പറയുന്നത് 1 അപ്രോക്സിമേറ്റ്ലി ആണ് പറയുന്നത്. 1/1800 1809 ടൈംസ് ഒക്കെ വരും. 1/1800 ടൈംസ് ദ മാസ് ഓഫ് പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ. അതായത് പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും മാസിനെയും കാട്ടി 1/1800 ടൈംസ്, അത്രയാണ് പറയുന്നത്. അപ്പം ഇലക്ട്രോണിന്റെ മാസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 9.1 ഇൻറ്റു 10⁻⁻31 കിലോഗ്രാം. അത്രത്തോളം ചെറുതാണ്. പ്രോട്ടോണിനെ കാട്ടിയും മാസ് എന്താണ്? ചെറുതാണ്. ദെൻ ലൊക്കേഷൻ വരുന്നത് നമ്മളുടെ ന്യൂക്ലിയസിന് പുറത്ത് ഓർബിറ്റലുകളിൽ അല്ലെങ്കിൽ ഷെല്ലുകളിലാണ്. റോൾ എന്ന് പറയുന്നത് കെമിക്കൽ പ്രോപ്പർട്ടീസ് തീരുമാനിക്കുക. അതാണ് ആരുടെ റോള്? ബോണ്ടിങ് ബിഹേവിയർ തീരുമാനിക്കുക. കോവാലന്റ് ബോണ്ട് വേണോ, അയോണിക് ബോണ്ട് വേണോ, ഹൈഡ്രജൻ ബോണ്ട് വേണോ, ഏത് ടൈപ്പ് ബോണ്ടിങ് വേണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ആരാണ്? ഇലക്ട്രോൺസ് ആണ്. അതാണ് അവരുടെ റോള്. അപ്പം ഇത്രയും കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കുക. പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. ക്ലിയർ? ഇനി ഞാനൊന്ന് ടാബുലൈസ് ചെയ്തിട്ടുണ്ട്. ഈ പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും ഇലക്ട്രോണിൻ്റെയും ഡീറ്റെയിൽസ് ഞാനൊന്ന് ടാബുലാർ ഫോമിൽ ആക്കിയിട്ടുണ്ട്. അതിൽ ഓരോന്നിൻ്റെയും ഡിസ്കവറിയും കൂടെ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. നമ്മൾ നെക്സ്റ്റ് ആയിട്ട് പഠിക്കാൻ പോകുന്ന നമ്മുടെ ഡിസ്കവറി ആണ്. അപ്പോൾ അതിന് മുന്നേ ജസ്റ്റ് ഒന്ന് ഞാൻ ഡിസ്കവറി ഇവിടെ കൊടുത്തിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, ജസ്റ്റ് നോക്കാം. ഓക്കെ. സബ് അറ്റോമിക് പാർട്ടിക്കിൾ ഇലക്ട്രോണിൻ്റെ സിംബലി ഇ എന്നാണ്. കണ്ടുപിടിച്ച ആൾ ജെ തോമസൺ ആണ്. ദെൻ അബ്സല്യൂട്ട് ചാർജ് ഞാൻ പറഞ്ഞല്ലോ, റിലേറ്റീവ് ചാർജ് ആണ് നമ്മൾ -1 കൊടുക്കുന്നത്. അബ്സല്യൂട്ട് ചാർജ് എന്ന് പറയുന്നത് -1.6022 ഇൻറ്റു 10⁻⁻19 കൂളോംബാണ്. ഓക്കെ. പിന്നെ പ്രോട്ടോണിൻ്റെ കണ്ടോ, പ്ലസ് മൈനസ് മാറി പ്ലസ് ആയി, ബാക്കിയെല്ലാം അതേ കണക്ക് തന്നെ. പ്ലസ് 1.6022 ഇൻറ്റു 10⁻⁻19. അവിടെ കണ്ടുപിടിച്ചാൽ ഗോൾഡ് സ്റ്റെയിൻ ആണ്. അപ്പം നിങ്ങൾക്കൊരു വലിയൊരു കൺഫ്യൂഷൻ വരും. ഈ ഗോൾഡ് സ്റ്റെയിൻ കണ്ടുപിടിച്ചോ? നമ്മൾ നെറ്റിലൊക്കെ നോക്കുമ്പോഴത്തേക്ക് പ്രോട്ടോണിനെ കണ്ടുപിടിച്ചാൽ റുദർഫോർഡ് എന്ന് പറഞ്ഞാൽ കാണിക്കുന്നത്, ഗോൾഡ് സ്റ്റെയിൻ എന്നല്ല. ആക്ച്വലി അത് ശരിയാണ്. ഗോൾഡ് സ്റ്റെയിൻ എന്ന് പറയുന്ന ആള് ആറ്റത്തിനകത്തൊരു പോസിറ്റീവ് പാർട്ടിക്കിൾ ഉണ്ടെന്ന് കണ്ടുപിടിച്ചതേ ഉള്ളൂ. അത് എക്സ്പെരിമെന്റലി ഐഡന്റിഫൈ ചെയ്ത് പ്രോട്ടോൺ എന്ന് പേര് കൊടുത്തത് നമ്മളുടെ റുദർഫോർഡ് ആണ്. അതുകൊണ്ടാണ് പ്രോട്ടോണിനെ കണ്ടുപിടിച്ചത് ആരെന്ന് ചോദിക്കുമ്പോൾ റുദർഫോർഡ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ. അത് നമുക്ക് അങ്ങോട്ട് ഡിസ്കവറി പറയുമ്പോഴത്തേക്ക് അതിൻ്റെ കൂട്ടത്തിൽ പറയാം. അവിടുത്തെ റിലേറ്റീവ് ചാർജ് +1 ആണ്. നിങ്ങൾ ആ ചാർജിന് മാസിന് ഡിഫറൻസ് കണ്ടോ? 9.1 ഇൻറ്റു 10⁻⁻31. 9.01 അല്ല, 9.1 ആണ്. 9.1 ഇൻറ്റു 10⁻⁻31 അതാണ് അതിൻ്റെ വെയിറ്റ്. ഇനി പ്രോട്ടോൺ ആണെങ്കിൽ വെയിറ്റ് 1.672 ആണ്. കണ്ടോ എത്രത്തോളം നോക്കിക്കോണം. ഇലക്ട്രോണിനെക്കാട്ടി എത്രത്തോളം വലുതാണ് നമ്മുടെ പ്രോട്ടോൺ എന്നുള്ളത്. അതാണ് 1/1800 എന്ന്, 1809 സംതിങ് റേഞ്ച് വരും കേട്ടോ. ആ റേഞ്ചിലാണ്. എന്നാലും 1/18 സംതിങ്. ദെൻ അത്രത്തോളം ചെറുതാണ് ആര്? നമ്മുടെ ഇലക്ട്രോൺ എന്ന് പറയുന്നത്. ദെൻ ന്യൂട്രോൺ ആണ്
കണ്ടുപിടിച്ച ആൾ ജെയിംസ് ചാഡ്വിക് ആണ്. പിന്നെ അബ്സല്യൂട്ട് ചാർജ് വരുന്നത് 0 ആണ്, റിലേറ്റീവ് ചാർജും 0 ആണ്. ദെൻ മാസ് വരുന്നത് 1.675, സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ നമ്മളുടെ പ്രോട്ടോൺ. ഇതാണ് സബറ്റോമിക് പാർട്ടിക്കിൾസിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. ഇനി അവരുടെ ഡിസ്കവറിയും കാര്യങ്ങളുമാണ്. ഇനി അന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ഈ ചാർജ് വെച്ചിട്ടും പിന്നെ അതേ കണക്ക് തന്നെ അതിൻ്റെ പ്രോപ്പർട്ടീസ്, പിന്നെ ഈ ഇലക്ട്രോണിൻ്റെ മാസ്, ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെച്ചേക്കുക, വലിയ കാര്യമൊന്നുമില്ല. അടുത്തിലോട്ട് പോകാം. ഡിസ്കവറി ഓഫ് സബറ്റോമിക് പാർട്ടിക്കിൾ. സബറ്റോമിക് പാർട്ടിക്കിൾസിൻ്റെ ഡിസ്കവറി. അപ്പം ഓരോ സബറ്റോമിക് പാർട്ടിക്കിൾസിൻ്റെ ഡിസ്കവറിയും അത് ആരാണ് കണ്ടുപിടിച്ചതെന്നുള്ളതും പിന്നെ എങ്ങനെയാണ് അത് കണ്ടുപിടിച്ചതെന്നും എന്തൊക്കെയാണ് അതുവഴി മനസ്സിലാക്കിയെന്നുള്ള കാര്യങ്ങളുമാണ് നമ്മൾ ഈ ഒരു സെക്ഷനകത്ത് ഡിസ്കസ് ചെയ്യാം. പ്യുവർലി +2 ലെവലാണ്, +2 അല്ല +1 ലെവലാണ് പ്യുവർലി. നോക്കാം. ഡിസ്കവറി ഓഫ് സബറ്റോമിക് പാർട്ടിക്കിൾ. ഡിസ്കവറിയിൽ നമ്മൾ ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് ഡിസ്കവറി ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഇലക്ട്രോൺസിനാണ് നമ്മൾ ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്നത്. ഇലക്ട്രോൺസിനെ കണ്ടുപിടിച്ച ആള് J.J. തോംസൺ ആണ്. പുള്ളിക്കാരനാണ് ഇലക്ട്രോണിനെ കണ്ടുപിടിച്ചത് 1897 ഇലക്ട്രോൺസിനെ പുള്ളിക്കാരൻ കണ്ടുപിടിച്ചു. പക്ഷേ അതിനുശേഷം ഒരു മോഡൽ പറഞ്ഞാണ്ടോ 1904 പുള്ളിക്കാരൻ തന്നെ മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് ഇലക്ട്രോണിനെ കണ്ടുപിടിച്ച വർഷമാണ് 1897. അതിനുശേഷമാണ് പുള്ളിക്കാരൻ തന്റെ മോഡൽ പറയുന്നത്. ഇനി എങ്ങനെയാണ് ഇലക്ട്രോണിനെ കണ്ടുപിടിക്കാൻ പുള്ളി ഒരു എക്സ്പെരിമെന്റ് നടത്തി. ആ എക്സ്പെരിമെന്റിന്റെ പേര് കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ്. ഇതാണ് പുള്ളിക്കാരൻ നടത്തിയ എക്സ്പെരിമെന്റ്. ബട്ട് ഡിസ്ചാർജ് ട്യൂബ് ആവശ്യമില്ല, കാഥോഡ് റേ ട്യൂബ് എന്ന് പറഞ്ഞാലും മതി. കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ്, ഇതാണ് പുള്ളി നടത്തിയ എക്സ്പെരിമെന്റിന്റെ പേര്. കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ്. ഇനി ഈ എക്സ്പെരിമെന്റ് നടത്താനായിട്ട് പുള്ളി എടുത്ത അപ്പാരറ്റസ് ഒന്നെന്ന് പറയുന്നത് ഈ കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ് എന്നാൽ ആക്ച്വലി ഇങ്ങനെ ഒരു ഗ്ലാസ് ട്യൂബാണ് കേട്ടോ. ഇത് കണക്കൊരു ഗ്ലാസ് ട്യൂബാണ്. ഇവിടെ ഒരു ഓപ്പണിംഗ് ഒക്കെ ഉണ്ട്. ഇതാണ് ഡിസ്ചാർജ് ട്യൂബ്. ഇതിനകത്ത് 2 ഇലക്ട്രോഡുകളുണ്ട്. ഒന്ന് ആനോഡും ഒന്ന് കാഥോഡും. ആനോഡിന്റെ ചാർജ് പോസിറ്റീവും കാഥോഡിന്റെ ചാർജ് നെഗറ്റീവും. പിന്നെ ഇതിനെ നമ്മളൊരു വോൾട്ടേജ് ക്രിയേറ്റ് ചെയ്യുന്ന ഡിവൈസുമായിട്ടൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്, ഹൈ പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ഇലക്ട്രിസിറ്റി കൊടുക്കുന്നതുകൊണ്ട് ഇതൊരു ഇലക്ട്രോളിറ്റിക് സെല്ല് പോലാണ്. അതുകൊണ്ടാണ് ആനോഡിന് പോസിറ്റീവ് വന്നേക്കുന്നത് കേട്ടോ, കാഥോഡിന് നെഗറ്റീവ്. ഇനി നോക്കിക്കോണേ. അപ്പം ഇവിടെ നമ്മൾ ഗ്ലാസ് ട്യൂബാണ്. ഗ്ലാസ് ട്യൂബ് എടുത്തേക്കുന്ന ഇലക്ട്രോഡ് സെറ്റ് ബോത്ത് ഉണ്ട്. 2 എൻഡിലും ഇലക്ട്രോഡുകളുള്ള ഒരു ഗ്ലാസ് ട്യൂബാണ് നമ്മുടെ അപ്പാരറ്റസ്. ഇതാണ് അപ്പാരറ്റസ്. 2 ഇലക്ട്രോഡുകൾ എൻഡിലുള്ള ഒരു ഗ്ലാസ് ട്യൂബ്. ദെൻ നമ്മൾ ഈ ഗ്ലാസ് ട്യൂബിനകത്ത് ക്രിയേറ്റ് ചെയ്യുന്ന പ്രഷർ നല്ല ലോ പ്രഷറാണ്. 0.01 mm of Hg. അത്രയും ലോ പ്രഷറാണ് ആ ഗ്ലാസ് ട്യൂബിനകത്ത് ക്രിയേറ്റ് ചെയ്യുന്നത്. ഹൈ വോൾട്ടേജ് അപ്ലൈഡ് ബിറ്റ്വീൻ ഇലക്ട്രോഡ്സ്. ഈ 2 ഇലക്ട്രോഡുകൾക്കും ഇടയിൽ നമ്മൾ ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നു. അതിനു മുന്നേ നമ്മൾ ഇതിനകത്ത് വാക്വം ക്രിയേറ്റ് ചെയ്തിട്ട് ഗ്യാസിനെ ഇട്ട് കൊടുക്കും. ഏതെങ്കിലും ആറ്റത്തെ പറ്റിയുള്ള സ്റ്റഡി ചെയ്യുന്നത്. അപ്പോൾ ഒരു ഗ്യാസിനെ നമ്മൾ അതിനകത്ത് ഫില്ല് ചെയ്തേക്കും. ആ ഗ്യാസ് ഏതെങ്കിലും ഒരു ടൈപ്പ് ഗ്യാസ്, അതിനെ ഫില്ല് ചെയ്തിട്ടായിരിക്കും നമ്മൾ ലോ പ്രഷറിൽ ഹൈ വോൾട്ടേജ് പാസ് ചെയ്യുന്നത്. ഇതാണ് പുള്ളിക്കാരൻ ചെയ്ത എക്സ്പെരിമെന്റ്. ഇത് പുള്ളി ചെയ്ത് എന്തിനാണെന്നറിയാമോ? ഈ ആട്ടത്തിനകത്ത് എന്തെങ്കിലും ഉണ്ടോ, പോസിറ്റീവോ നെഗറ്റീവോ ചാർജ് ഉള്ള ആരെങ്കിലും ഉണ്ടോ? കാരണം പോസിറ്റീവോ നെഗറ്റീവോ ചാർജ് ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ, നെഗറ്റീവ് ചാർജ് ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർ ആനോഡിലോട്ട് പോകും. പോസിറ്റീവ് ചാർജ് ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർ കാഥോഡിലോട്ട് പോകും. അപ്പോൾ അങ്ങനെ ചാർജ് ഉള്ള ആൾക്കാരുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാനാണ് പുള്ളിക്കാരൻ ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കുന്നത്. പക്ഷെ പുള്ളിക്കാരന് ഫൈനലി നെഗറ്റീവ് ചാർജ് ഉള്ള ഒരാളുണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റി. അതിനെയാണ് പുള്ളിക്കാരൻ ഇലക്ട്രോൺ എന്ന് വിളിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ, വിളിക്കുന്ന കാര്യമൊക്കെ നമുക്ക് പിന്നെ നോക്കാം. നെഗറ്റീവ് തന്നെ കണ്ടുപിടിക്കുന്ന കാര്യം മാത്രം നമ്മളിപ്പോൾ സംസാരിച്ചാൽ മതി. അപ്പം ഒരു ഡിസ്ചാർജ് ട്യൂബ് എന്നതിലൊരു ഗ്ലാസ് ട്യൂബാണ്. 2 ഇലക്ട്രോഡുകൾ 2 സൈഡിലുണ്ട്. ഒന്ന് ആനോഡും ഒന്ന് കാഥോഡും. ആനോഡ് പോസിറ്റീവും കാഥോഡ് നെഗറ്റീവും ആണ്. ഹൈ വോൾട്ടേജിൽ നമ്മൾ ലോ പ്രഷറിൽ ഗ്യാസിനകത്തോട് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നു. പാസ് ചെയ്തപ്പോഴത്തേക്ക് പുള്ളിക്ക് കാണാൻ പറ്റിയ കുറച്ച് ഒബ്സർവേഷൻസ് ആണ് നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. പുള്ളി കണ്ടത് ഒരു റേ അത് കാഥോഡിൽ നിന്ന് ആനോഡിലോട്ട് ട്രാവൽ ചെയ്യുന്നു. ഈ കാഥോഡിൽ നിന്ന് ആനോഡിലോട്ട് ഒരു റേ ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പം പുള്ളിക്കാരൻ ആ റേ എങ്ങനെ കണ്ടുപിടിച്ചത്? ഈ റേയെ കണ്ടുപിടിച്ചത് പുള്ളി ഒരു ഫ്ലൂറസെന്റ് സ്ക്രീൻ വെച്ചിട്ടാണ്. അതിന്റെ സിങ്ക് സൾഫൈഡ് എന്ന് പറയുന്ന റേസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഫ്ലൂറസെൻസ് ഓൺ സിങ്ക് സൾഫൈഡ് സ്ക്രീൻ. കണ്ടോ, റേസ്
സിങ്ക് സൾഫൈഡ് സ്ക്രീനിൽ ഫ്ലൂറസെൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഫ്ലൂറസെൻസ് ലൈറ്റ് വീണാൽ കത്തുന്നതിനെയാണ് നമ്മൾ ഫ്ലൂറസെൻസ് എന്ന് വിളിക്കുന്നത്. അപ്പം ഈ ആനോഡിലോട്ട് പോകുന്നു എന്ന് പുള്ളി ഐഡന്റിഫൈ ചെയ്തത് സിങ്ക് സൾഫൈഡ് സ്ക്രീൻ വെച്ചിട്ടാണ്. ഈ ആനോഡിന്റെ ബാക്കിൽ ഒരു സിങ്ക് സൾഫൈഡ് സ്ക്രീൻ വെക്കുന്നു. അപ്പം ആ സിങ്ക് സൾഫൈഡ് സ്ക്രീൻ മിന്നുന്നുണ്ട്. അതിനർത്ഥം ആരോ ആനോഡിലോട്ട് വരുന്നുണ്ട്. അങ്ങനെ വരണമെങ്കിൽ എവിടെ നിന്ന് വരണം? കാഥോഡിൽ നിന്ന് വരണം. അപ്പം റേസ് ആനോഡിലോട്ട് പോകുന്നുണ്ട്. പിന്നെ കാഥോഡിൽ സ്റ്റാർട്ട് ചെയ്ത് ആനോഡിലോട്ട് പോയതുകൊണ്ടാണ് പുള്ളി അതിനെ ഏത് റേ എന്ന് വിളിച്ചത്? കാഥോഡ് റേ എന്ന് വിളിച്ചത്. കാഥോഡിൽ സ്റ്റാർട്ട് ചെയ്ത് ആനോഡിലോട്ട് പോയതുകൊണ്ടാണ് ആ റേയെ കാഥോഡ് റേ എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഈ റേ ഇലക്ട്രിക് ഫീൽഡിലും മാഗ്നറ്റിക് ഫീൽഡും ഡിഫ്ലക്റ്റ് ചെയ്യുമെന്നും പുള്ളി കണ്ടുപിടിച്ചു. അതായത് ഈ റേ നോർമലി പോകുന്ന സ്ട്രെയിറ്റ് ലൈനിലാണ്. നോർമലി ഈ റേസ് പോകുന്നത് സ്ട്രെയിറ്റ് ലൈനിലാണ്, നേരെയുള്ള പാതയിലാണ് ഈ റേസ് പോകുന്നത്. പക്ഷെ നമ്മൾ എപ്പോഴെങ്കിലും ഒരു ഇലക്ട്രിക് ഫീൽഡോ മാഗ്നറ്റിക് ഫീൽഡോ വെച്ച് കഴിഞ്ഞാൽ ഈ റേസ് ഡിഫ്ലക്റ്റ് ചെയ്യും അല്ലെങ്കിൽ ഡീവിയേറ്റ് ചെയ്യും. ആ ഡീവിയേഷനെയാണ് നമ്മൾ ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അതായത് റേസ് വാസ് ഡിഫ്ലക്റ്റഡ് ബൈ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡോ മാഗ്നറ്റിക് ഫീൽഡോ കൊടുത്താൽ ഈ റേസ് ഡിഫ്ലക്റ്റ് ചെയ്യും, വഴി മാറിപ്പോകും. പിന്നെ റേസ് കുഡ് റൊട്ടേറ്റ് എ പാഡിൽ വീൽ. അപ്പം ഒരു പാഡിൽ വീലിനെ റൊട്ടേറ്റ് ചെയ്യാം, അതായത് അതിനൊരു എനർജി ഉണ്ട്, അതുകൊണ്ട് ഒരു മെക്കാനിക്കൽ വർക്ക് ചെയ്യാൻ പറ്റും. ഈ റേസിന് എനർജി ഉണ്ട്, അതുകൊണ്ട് മെക്കാനിക്കൽ വർക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഈ റൊട്ടേഷൻ ഓഫ് പാഡിൽ വീൽ കൊണ്ട് അത് ഉദ്ദേശിക്കുന്നത്. ഒരു എനർജി ഉള്ള റേ ആണ്, അതിനൊരു വർക്ക് ചെയ്യാനും പറ്റും, ഒരു മെക്കാനിക്കൽ വർക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഈ റേസ് നമുക്ക് കണ്ണുകൾ കൊണ്ട് അത്ര വിസിബിൾ അല്ല. പിന്നെ നമ്മൾ കണ്ടുപിടിക്കുന്നത് റേസിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് ഈ ഫ്ലൂറസെന്റ് സ്ക്രീനായ സിങ്ക് സൾഫൈഡ്. അപ്പോൾ അതിനകത്ത് ഫ്ലൂറസെൻസ് പ്രൊഡ്യൂസ് ആകുന്നുണ്ട് എന്ന് വെച്ചിട്ടാണ് നമ്മുടെ ജെ തോംസൺ റേസ് ആനോഡിലോട്ടാണ് പോകുന്നതെന്ന് ഐഡന്റിഫൈ ചെയ്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എക്സ്പെരിമെന്റ്. ഇങ്ങനെ ഒരു ഗ്ലാസ് ട്യൂബ് ഉണ്ട്, അതിനകത്ത് ആനോഡും കാഥോഡും ഉണ്ട്. ഹൈ വോൾട്ടേജിൽ ലോ പ്രഷറിൽ 0.01 mmHg നമ്മൾ ഗ്യാസിനെ എടുത്ത് വെച്ചിട്ട് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും, ഹൈ വോൾട്ടേജ് പാസ് ചെയ്യും. അപ്പോൾ കാണാൻ പറ്റിയത് ഒരു റേ കാഥോഡിൽ നിന്ന് ആനോഡിലോട്ട് മൂവ് ചെയ്യുന്നു. അത് ഐഡന്റിഫൈ ചെയ്തത് സിങ്ക് സൾഫൈഡ് സ്ക്രീനിൽ ഉണ്ടാവുന്ന ഫ്ലൂറസെൻസിന്റെ ബേസിലാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ആരോ ആനോഡിലോട്ട് വരുന്നുണ്ട്. പിന്നെ ഈ റേസ് നോർമലി നേരെയാണ് പോകുന്നത്, പക്ഷേ ഇലക്ട്രിക് ഫീൽഡോ മാഗ്നറ്റിക് ഫീൽഡോ വെച്ച് കഴിഞ്ഞാൽ ഇവർ എന്ത് ചെയ്യും? ഡീവിയേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിലും മാഗ്നറ്റിക് ഫീൽഡിലും ഇവരെ ഡീവിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും, ചാർജ് ഉള്ളതുകൊണ്ട് അത് പറ്റുന്നത്. ഓക്കെ, ദെൻ ഇവർ പാഡിൽ വീൽസിനെ റൊട്ടേറ്റ് ചെയ്യുന്നു. അതിനർത്ഥം ഇവർക്ക് എനർജി ഉണ്ട്, മെക്കാനിക്കൽ വർക്കാണ് ഈ പാഡിൽ വീൽ റൊട്ടേഷൻ. അപ്പം മെക്കാനിക്കൽ വർക്കും ഉണ്ട്. പിന്നെ ഇവരെ നമുക്ക് കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റത്തൊന്നുമില്ല. പിന്നെ നമ്മൾ ഇപ്പോൾ ഈ ഗ്യാസിനെ മാറ്റിയിട്ട് വേറൊരു ഗ്യാസിനെ എടുത്തിട്ട് നമ്മൾ ഇതേ എക്സ്പെരിമെന്റ് നടത്തിയാലും നമുക്ക് കിട്ടുന്ന കാര്യങ്ങളെല്ലാം സെയിമാണ്. അതായത് എത്ര ഗ്യാസ് നിങ്ങൾ എടുത്താലും ഈ കിട്ടുന്ന കാഥോഡ് റേയുടെ പ്രോപ്പർട്ടീസ് സെയിം. അതായത് കാഥോഡ് റേ എടുക്കുന്ന ആറ്റത്തിന്റെ അല്ലെങ്കിൽ എടുക്കുന്ന ഗ്യാസിന്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതാണ് വേറൊരു ഒബ്സർവേഷൻ. അപ്പോൾ ഇത്രയും ഒബ്സർവേഷൻ ആണ് നമുക്ക് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് വഴി കിട്ടുന്നത്. ഓക്കെ, ഇനി അതിനുശേഷമാണ് പുള്ളിക്കാരൻ കുറച്ച് കൺക്ലൂഷനിൽ എത്തുന്നത്. ഓക്കെ, അതിൽ നിന്നാണ് നമുക്ക് നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിളുടെ കാര്യമൊക്കെ വരുന്നത്. ആ കൺക്ലൂഷൻ ഇങ്ങനെയാണ്: കാഥോഡ് റേ കൺസിസ്റ്റ് ഓഫ് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ. കാരണം ഇവർ പോകുന്നത് ആനോഡിലോട്ടാണ്, കാഥോഡിൽ നിന്ന് ആനോഡിലോട്ട്. ആനോഡിന്റെ ചാർജ് പോസിറ്റീവാണ്. അപ്പോൾ ഒരാൾ പോസിറ്റീവ് സൈഡിലോട്ട് പോകണമെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും അയാളുടെ ചാർജ് നെഗറ്റീവ് ആയിരിക്കണം. അപ്പോൾ കാഥോഡ് റേയുടെ ചാർജ് നെഗറ്റീവ് ആണെന്ന് പുള്ളി കണ്ടുപിടിച്ചു. ഇതിപ്പോൾ ആ ഗ്യാസിൽ നിന്നാണ് ഉണ്ടായത്. അപ്പം നെഗറ്റീവ് ചാർജ് വരുന്നത് ഗ്യാസിൽ നിന്നാണ്. അപ്പോൾ ഗ്യാസിനകത്തൊരു നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾ ഉണ്ടേ. ഓക്കെ, ദെൻ ദീസ് പാർട്ടിക്കിൾസ് പ്രസന്റ് ഇൻ ഓൾ ആറ്റംസ്. എല്ലാ ആറ്റത്തിലും ഈ പാർട്ടിക്കിൾ ഉണ്ട്. കാരണം ഏതാക്കി ആറ്റം എടുത്തപ്പോഴും നമുക്ക് സെയിം കാര്യങ്ങളാണ് കിട്ടിയത്. അപ്പോൾ എല്ലാ ആറ്റത്തിലും ഈ പാർട്ടിക്കിൾ ഉണ്ട്. ഓക്കെ, ഉണ്ട്. ചിലപ്പോൾ നമ്മൾ എ എന്ന് പറയുന്ന ഗ്യാസിന് എടുക്കുന്നു, ഇത് കിട്ടി. ബി എന്ന് പറയുന്ന ഗ്യാസിന് എടുക്കുമ്പോൾ ഇത് കിട്ടുന്നില്ല. അതിനർത്ഥം എ എന്ന് പറയുന്ന ഗ്യാസിന് മാത്രമേ ഈ റേ ഉള്ളൂ, ബി എന്ന് പറയുന്ന ഗ്യാസിൽ ഇല്ല. പക്ഷേ എയും ബിയും സിയും ഡി ഏത് ഗ്യാസ് എടുത്താലും ഈ റേ ഉണ്ട്. അപ്പോൾ എല്ലാ ആറ്റത്തിലും ഈ ആൾക്കാരുണ്ട്. ഓക്കെ, ദെൻ നെയിംഡ് ദിസ് പാർട്ടിക്കിൾ ആസ് ഇലക്ട്രോൺ. ഈ നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിളെ പുള്ളിക്കാരൻ വിളിച്ച പേരാണ് ഇലക്ട്രോൺസ്. പുള്ളിക്കാരനല്ല വിളിച്ചത്, അതിന് മുമ്പ് വേറൊരാൾ പറഞ്ഞാലേ നമുക്ക് നോക്കാം. ഓക്കെ, പിന്നെ ഇതിൻ്റെ E/me റേഷ്യോ കണ്ടുപിടിച്ചു. അതായത് ഇയാള് ഈ ജെ തോംസൺ ഈ ഇലക്ട്രോണിന്റെ E/me റേഷ്യോ കണ്ടുപിടിച്ചു. എന്താ E/me റേഷ്യോ എന്ന് അറിയാമോ? ചാർജിന്, ഇലക്ട്രോണിന് ഒരു ചാർജ് ഉണ്ട്, നെഗറ്റീവ് ചാർജ് ആണെന്ന് നമുക്കറിയാലോ, ചാർജ് ഉണ്ട്. പിന്നെ ഇതൊരു പാർട്ടിക്കിൾ ആണ്. പാർട്ടിക്കിൾ ആകുമ്പോൾ ഡെഫിനറ്റ് ആയിട്ടും വർക്കും എനർജിയൊക്കെ ഉള്ള ഒരാൾക്ക് എന്തായാലും മാസ് കാണും. സോ ചാർജ് ടു മാസ് റേഷ്യോ, ആ ഇലക്ട്രോണിന്റെ ചാർജിനെ ഇലക്ട്രോണിന്റെ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് E/me റേഷ്യോ. E/me റേഷ്യോ ഇത് പുള്ളിക്കാരൻ കണ്ടുപിടിച്ചു.
ഓക്കെ, ഇതിന്റെ വാല്യൂ വരുന്നത് 1.758 ഇൻറ്റു 10⁻11 കൂളോം പെർ കിലോഗ്രാം. 1.758 ഇൻറ്റു 10⁻11 കൂളോം പെർ കിലോഗ്രാം. ഇതാണ് എന്തിന്റെ വാല്യൂ വരുന്നത്, നമ്മളുടെ ചാർജ് ടു മാസ് റേഷ്യോയുടെ വാല്യൂ വരുന്നത് 1.758 ഇൻറ്റു 10⁻11 കൂളോം പെർ കിലോഗ്രാം. ഈ 758 പകരമാണ് 75 പിന്നെ 8 അല്ലേ, അതിന് പകരമാണ് 1.76 എന്ന് പറഞ്ഞ് അവർ എടുത്തേക്കുന്നത് കേട്ടോ. 1.76 ഇൻറ്റു 10⁻11 കൂളോം പെർ കിലോഗ്രാം. പക്ഷെ പ്രശ്നം അതല്ല, ഈ ജെ തോംസണ് ചാർജോ മാസോ അറിയത്തില്ലായിരുന്നു. അറിയാതെയാണ് പുള്ളി E/ME റേഷ്യോ കറക്റ്റായിട്ട് കണ്ടുപിടിച്ചത്. ഓക്കെ, പിന്നെ ഇത് എങ്ങനെ കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒബ്സർവേഷൻ സമയത്ത് പറഞ്ഞായിരുന്നു, കാഥോഡ് റേ നോർമലി പോകുന്നത് നേരെയാണ്. ഇതിൽ ഇലക്ട്രിക് ഫീൽഡോ മാഗ്നറ്റിക് ഫീൽഡോ വെച്ചാൽ ഇവർ അതിൻ്റെ പാത്ത് ഡീവിയേറ്റ് ചെയ്യും. ആ ഡീവിയേറ്റ് ചെയ്യുന്ന ആംഗിൾ വെച്ചിട്ടാണ് ഈ E/ME റേഷ്യോ റുദർഫോർഡ് കണ്ടുപിടിക്കുന്നത്, ജെ തോംസൺ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ് ആണ്. ഇലക്ട്രോൺസിന്റെ ഡിസ്കവറിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു കാര്യമാണ് ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ്. ഈ ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ് 1909 6 മില്ലിക്കണാണ് നടത്തുന്നത്. 1909 6 മില്ലിക്കണാണ് ഈ ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ് നടത്തുന്നത്. എന്താണ് ഈ എക്സ്പെരിമെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇലക്ട്രോണിന്റെ ചാർജ് കണ്ടുപിടിക്കാൻ നടത്തിയ ഒരു എക്സ്പെരിമെന്റ് ആണ് ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ്. ആ എക്സ്പെരിമെന്റ് വഴി മില്ലിക്കൺ എന്ത് കണ്ടുപിടിച്ചു, ഇലക്ട്രോണിന്റെ ചാർജ് കണ്ടുപിടിച്ചു. അതായത് നമ്മുടെ E/ME റേഷ്യോയിൽ ഇലക്ട്രോണിന്റെ ചാർജ് ഉണ്ട്, പക്ഷെ അത് ജെ തോംസൺ കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നു. പകരം മറ്റേ ഡിഫ്ലക്ഷൻ ഒക്കെ വെച്ചിട്ട്, ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് വരുമ്പോഴുള്ള ഡിഫ്ലക്ഷൻ വെച്ചിട്ടാണ് E/ME റേഷ്യോ കണ്ടുപിടിച്ചത്. പക്ഷെ RA മില്ലിക്കൺ ആ ചാർജ് അങ്ങ് കണ്ടുപിടിച്ചു. എത്രയാണെന്നറിയാമോ, 1.6022 ഇൻറ്റു 10⁻−19 കൂളോം. അപ്പം ഇലക്ട്രോണിന്റെ ചാർജ് ഇത്രയാണെന്നുള്ളത് 1.602 ഇൻറ്റു 10⁻−19 കൂളോം ആണെന്നുള്ളത് ആരെങ്ങ് കണ്ടുപിടിച്ചു, നമ്മുടെ മില്ലിക്കൺ അങ്ങ് കണ്ടുപിടിച്ചു. അപ്പം നിങ്ങൾ നോക്കിക്കേ, E/ME റേഷ്യോ നമ്മുടെ കയ്യിലുണ്ട്. E/ME റേഷ്യോയുടെ വാല്യൂ 1.758 ഇൻറ്റു 10⁻11 കൂളോം പെർ കിലോഗ്രാം. E/ME റേഷ്യോ വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്. അതിനകത്ത് നിന്ന് ഇലക്ട്രോണിന്റെ ചാർജ് നമ്മുടെ RA മില്ലിക്കൺ കണ്ടുപിടിച്ചു. എത്ര, 1.6022 ഇൻറ്റു 10⁻−19 ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ഇലക്ട്രോൺ ഇസ് ഈക്വൽ ടു 1.758 ഇൻറ്റു 10⁻11 കൂളോം പെർ കിലോഗ്രാം. അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാം, മാസ് ഓഫ് ഇലക്ട്രോൺ കണ്ടുപിടിക്കാം. സോ മാസ് ഓഫ് ഇലക്ട്രോൺ ഇസ് ഈക്വൽ ടു 1.6022 ഇൻറ്റു 10⁻−19 ഡിവൈഡഡ് ബൈ 1.758 ഇൻറ്റു 10⁻11 കൂളോം പെർ കിലോഗ്രാം. ഇവിടെ കൂളോമോ ക്യാൻസൽ ആയിപ്പോയി, കിലോഗ്രാം മുകളിൽ വരും, യൂണിറ്റ് കിലോഗ്രാം. രണ്ടും കൂടെ ചെയ്യുമ്പോഴുള്ള വാല്യൂ ആണ് അത്ര, 9.1 ഇൻറ്റു 10⁻31 കിലോഗ്രാം. അപ്പം ചാർജായി, E/ME റേഷ്യോ ആയി, മാസായി. ആദ്യം E/ME റേഷ്യോ അത് ജെ തോംസൺ. അത് കണ്ടുപിടിച്ചത് ഈ കാഥോഡ് റേയിൽ ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് ഉണ്ടാകുന്ന ഡീവിയേഷൻ വെച്ചിട്ട്. ഓക്കെ, രണ്ടാമതായിട്ട് 1909 RA മില്ലിക്കൺ ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ് വഴി ചാർജ് കണ്ടുപിടിച്ചു, 1.6022 ഇൻറ്റു 10⁻−19 കൂളോം. അതിന് ശേഷമാണ് മാസ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇലക്ട്രോണിനെ കണ്ടുപിടിച്ച ആൾ ജെ തോംസൺ ആണ്. 1897 ഓക്കെ കണ്ടുപിടിച്ച എക്സ്പെരിമെന്റ് കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ്. ഇതൊരു ഗ്ലാസ് ട്യൂബാണ്, ലോ പ്രഷറും ഹൈ വോൾട്ടേജും. ഓക്കെ, ഗ്യാസിനെ എടുത്ത് വെച്ചിട്ട് ആദ്യം വാക്വം ക്രിയേറ്റ് ചെയ്തു, ഗ്യാസിനെ എടുക്കുന്നു, ആനോഡും കാഥോഡുള്ള ഗ്ലാസ് ട്യൂബ് എടുക്കുന്നു, ആനോഡ് പോസിറ്റീവ് കാഥോഡ് നെഗറ്റീവ്, ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്യും. കാണാൻ പറ്റിയത് റേ കാഥോഡിൽ നിന്ന് ആനോഡിലോട്ട് പോകുന്നുണ്ട്. കണ്ടുപിടിച്ചത് സിങ്ക് സൾഫൈഡ് സ്ക്രീനിൽ ഉണ്ടാകുന്ന ഫ്ലൂറസെൻസ് വെച്ചിട്ടാണ്. പിന്നെ അതിനുശേഷം ഈ റേസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ച കാഥോഡ് റേസ് എന്ന് വിളിച്ചത്. ഇവർക്ക് എനർജി കൊണ്ട് വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ റൊട്ടേഷൻ ഓഫ് പാഡിൽ വീൽ. പിന്നെ ഇവർ ഇലക്ട്രിക് ഫീൽഡോ മാഗ്നറ്റിക് ഫീൽഡോ കൊടുക്കുമ്പോൾ ഇവിടെ പാത്ത് ഡീവിയേറ്റ് ചെയ്യുന്നു, ശരിയല്ലേ? എടുക്കുന്ന ഗ്യാസിനെ നേച്ചർ ഡിപ്പെൻഡ് ചെയ്യില്ല. എല്ലാ പാർട്ടിക്കിൾസിലും ഈ ആൾക്കാരുണ്ട്, എല്ലാ ആറ്റത്തിലും ഈ ആൾക്കാരുണ്ട്. ഇവരെയാണ് ഇലക്ട്രോൺ എന്ന് വിളിക്കുന്നത്. ഇലക്ട്രോൺ E/ME റേഷ്യോ കണ്ടുപിടിച്ചു, അത് ജെ തോംസൺ തന്നെയാണ്. പക്ഷേ ഈ ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തിട്ടാണ് E/ME റേഷ്യോ കണ്ടുപിടിക്കുന്നത്. 1.758 ഇൻറ്റു 10⁻11 കൂളോം പെർ കിലോഗ്രാം. അതിനുശേഷം RA മില്ലിക്കൺ 1909 എന്ത് കണ്ടുപിടിക്കുന്നു, നമ്മളുടെ ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ് വഴി ഇലക്ട്രോണിന്റെ ചാർജ് കണ്ടുപിടിക്കുന്നു, 1.6022 ഇൻറ്റു 10⁻19 കൂളോം. അതിനുശേഷം മാസ് കറസ്പോണ്ടിങ് കണ്ടുപിടിക്കുന്നു, 9.1 ഇൻറ്റു 10⁻31 കിലോഗ്രാം. ഓക്കെ, ദെൻ ഇനിയാണ് നമ്മുടെ ഒറിജിനൽ കേസ്. ഓക്കെ, ദ ഇലക്ട്രോൺ വാസ് ഡിസ്കവേർഡ് ബൈ ജെ തോംസൺ ഇൻ 1897. ഓക്കെ, 1897 ഇലക്ട്രോണിനെ ജെ തോംസൺ എക്സ്പെരിമെന്റ് വഴി കണ്ടുപിടിക്കുന്നു. പക്ഷെ അതിനു മുന്നേ, വൈൽ ദ നെയിം ഇലക്ട്രോൺ was suggested by George Johnstone Stoney.
ഇൻ 1891 1891 തന്നെ 97 കണ്ടുപിടിക്കുന്നത്. 91 തന്നെ സ്റ്റോണി എന്ന് പറയുന്ന ആള് ഈ നെഗറ്റീവ് ചാർജുള്ള ഒരു സബ് അറ്റോമിക് പാർട്ടിക്കിൾ അത് ഇലക്ട്രോൺ ആണ് എന്നൊരു ഐഡിയ മുന്നോട്ട് വെച്ചു. പുള്ളി കണ്ടുപിടിച്ചതൊന്നുമില്ല, ഒരു ഐഡിയ മുന്നോട്ട് വെച്ചു. ആ ഇലക്ട്രോൺ എന്ന് പറയുന്ന വേർഡാണ് നമ്മുടെ ജെ തോംസൺ എടുത്തേക്കുന്നത്. അപ്പോൾ കണ്ടുപിടിച്ച ആൾ ജെ തോംസൺ ആണെങ്കിലും നെയിം എടുത്തത് ആരിൽ നിന്നാണ്? സ്റ്റോണിയിൽ നിന്നാണ്. അപ്പോൾ അതൊന്ന് ആലോചിച്ച് വെച്ചോണം. 1897, അതായത് കണ്ടുപിടിക്കുന്നതിന് മുന്നേ അതിനെപ്പറ്റി പറഞ്ഞു. അത് 1890. നെഗറ്റീവ്ലി ചാർജുള്ള ഒരു ഫണ്ടമെന്റൽ പാർട്ടിക്കിൾ അത് ഇലക്ട്രോൺ ആണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നമ്മുടെ സ്റ്റോണി പറഞ്ഞു. പക്ഷേ എക്സ്പെരിമെന്റൽ ബാക്ക്ഗ്രൗണ്ട് ഇലക്ട്രോൺ കണ്ടുപിടിച്ചൊന്നുമില്ല. കണ്ടുപിടിച്ച ആൾ ആര് തന്നെ? ജെ തോംസൺ തന്നെ. ഒരു മാറ്റമില്ല. ക്ലിയർ ആണല്ലോ സെക്ഷൻ? ഓക്കെ. ദെൻ മൂവിങ് ടു നെക്സ്റ്റ് വൺ, ഡിസ്കവറി ഓഫ് പ്രോട്ടോൺസ്. നമുക്കിനി പ്രോട്ടോൺസിന്റെ ഡിസ്കവറിയിലോട്ട് പോകാം. പ്രോട്ടോൺസിനെ കണ്ടുപിടിച്ചത് ഗോൾഡ്സ്റ്റൈൻ ആണ്. ഓക്കെ, ഗോൾഡ്സ്റ്റൈൻ ആണ് 1886. ഓക്കെ, 1886 ഗോൾഡ്സ്റ്റൈൻ ആണ് ആരെ കണ്ടുപിടിക്കുന്നത്? പ്രോട്ടോൺസിനെ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പം ഡിസ്കവറി ഓഫ് പ്രോട്ടോൺ ഗോൾഡ്സ്റ്റൈൻ 1886. ഓക്കെ, 87, 86, 87 റേഞ്ച്. എന്താണ് സംഭവം? അതായത് ഈ പ്രോട്ടോണിന്റെ ഡിസ്കവറി നമ്മൾ പറയുമ്പോഴും ആക്ച്വലി പ്രോട്ടോണിനെ അല്ല ഗോൾഡ്സ്റ്റൈൻ ഡിസ്കവർ ചെയ്തത്. ഒരു പോസിറ്റീവ് ചാർജുള്ള ഒരു പാർട്ടിക്കിൾ ആറ്റത്തിനകത്തുണ്ടെന്നുള്ള ഡിസ്കവറിയാണ് ഗോൾഡ്സ്റ്റൈൻ്റെത്. പക്ഷേ ഇത് പ്രോട്ടോൺ ആണെന്നും അത് എക്സ്പെരിമെൻ്റലി പ്രൂവ് ചെയ്തതും അത് നൈട്രജനും ആൽഫ പാർട്ടിക്കിളും കൂടെ കൂട്ടിയിടിപ്പിച്ച് പ്രോട്ടോൺ എന്ന് പറയുന്ന ആ ഫണ്ടമെൻ്റൽ പാർട്ടിക്കിളിനെ കണ്ടുപിടിച്ചത് നമ്മളുടെ റുദർഫോർഡാണ്. അപ്പോൾ പ്രോട്ടോണിനെ ആരാ കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചാൽ നമ്മളുടെ പേര് റുദർഫോർഡിലോട്ടാണ് പോകുന്നത് 1917. ഓക്കെ, അത് ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ടുള്ളതാണ്. 1917. അതായത് ഇലക്ട്രോണിന് ശേഷമാണ് പ്രോട്ടോൺ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് തന്നെ വരുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും ഗോൾഡ്സ്റ്റൈൻ ആണ് തുടക്കക്കാരൻ. പോസിറ്റീവ് ചാർജിലുള്ള പാർട്ടിക്കിൾ ഉണ്ടെന്നൊരു ഇനിഷ്യേഷൻ തന്നത് ഗോൾഡ്സ്റ്റൈൻ ആണ് 1886. അതിനുശേഷമാണ് റുദർഫോർഡ് പ്രോട്ടോണിനെ ഡിസ്കവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത് കണ്ടുപിടിക്കാൻ പുള്ളി നടത്തിയ എക്സ്പെരിമെൻറ്റിൻ്റെ പേര് കനാൽ റേ എക്സ്പെരിമെൻ്റ് എന്നാണ്. അതായത് കാഥോഡ് റേ എക്സ്പെരിമെൻറ്റിൻ്റെ ഏകദേശം സെയിം എക്സ്പെരിമെൻ്റ് ആണ്, പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ എടുത്ത അപ്പാരറ്റസിലാണ്. അതായത് കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബിൽ ആനോഡും കാഥോഡും, ആനോഡ് പോസിറ്റീവ് കാഥോഡ് നെഗറ്റീവ്, ഒരു മാറ്റമില്ല. ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്യാനായിട്ട് ഒരു വോൾട്ടേജ് ക്രിയേറ്റിംഗ് ഡിവൈസ്. പക്ഷേ കാഥോഡിനെ പെർഫറേറ്റഡ് ആക്കി. പെർഫറേറ്റഡ് മീൻസ് നിറയെ ഹോളുകൾ ഇട്ടു. കാഥോഡിൽ നിറയെ ഹോളുകൾ ഇട്ടപ്പോഴത്തേക്ക് ഹോളുകൾ ഇട്ടിട്ട് ലോ പ്രഷറിൽ ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്ത പുള്ളിക്ക് കാണാൻ പറ്റിയത് നേരത്തെ റുദർഫോർഡ് കണ്ട റേയുടെ ഓപ്പോസിറ്റ് റേ, അതായത് ആനോഡിൽ നിന്നും കാഥോഡിലോട്ട് ഒരു റേ ഫ്ലോ ചെയ്യുന്നുണ്ട്. ഈ റേയും നമ്മൾ ഐഡന്റിഫൈ ചെയ്തത് എന്തിൻ്റെ പ്രസൻസിലാണ്? നമ്മളുടെ ഫ്ലൂറസെൻസിൻ സിങ്ക് സൾഫൈഡ് സ്ക്രീൻ അത് വെച്ചിട്ട് തന്നെ ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഒരു റേ ആനോഡിൽ നിന്ന് കാഥോഡിലോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ആ റേയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആനോഡ് റേ, അല്ലെങ്കിൽ ഏത്? കനാൽ റേ. ആനോഡ് റേ അല്ലെങ്കിൽ കനാൽ റേ. ഈ റേ ആണ് പോസിറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾ ആണെന്ന് പറഞ്ഞ് പുള്ളി ഐഡന്റിഫൈ ചെയ്തത്. ഓക്കെ, ഇനി ഈ റേസ് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഡിഫ്ലക്ട് ചെയ്യുന്നു. അത് ശരിയാണ്. നേരത്തെ കാഥോഡ് റേ ഡിഫ്ലക്ട് ചെയ്ത അതേ രീതിയിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ആനോഡ് റേ ബിഹേവ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ E/M റേഷ്യോ ഡിപ്പെൻഡ് ഓൺ ഗ്യാസ് യൂസർ. അതായത് നമ്മൾ ഗ്യാസിനെ മാറ്റുന്നതിനനുസരിച്ച് ഈ നമ്മളുടെ പ്രോപ്പർട്ടീസിനും മാറ്റം വരും. അപ്പം അതിനർത്ഥം എ എന്ന് പറയുന്ന ഗ്യാസ് എടുക്കുമ്പോൾ ആനോഡ് റേക്ക് കിട്ടുന്ന പ്രോപ്പർട്ടീസ് അല്ല ബി എന്ന് പറയുന്ന ഗ്യാസ് എടുക്കുമ്പോൾ. പക്ഷെ കാഥോഡ് റേക്ക് അങ്ങനെ ആയിരുന്നു. ഏത് ഗ്യാസ് എടുത്താലും ഒരേ പ്രോപ്പർട്ടി ആയിരുന്നു കിട്ടുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെ അല്ല. അതായത് അപ്പോൾ അതിൻ്റെ E/M റേഷ്യോ എല്ലാം എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ഗ്യാസിനെ ഡിപ്പെൻഡ് ചെയ്യും. അതുകൊണ്ട് കോമൺ ഒരു E/M വാല്യൂ നമുക്ക് പറയാൻ പറ്റത്തില്ല. ദെൻ കൺക്ലൂഷൻ, പുള്ളിയത്തെ കൺക്ലൂഷൻ ഇങ്ങനെയാണ്: കനാൽ റേ കൺസിസ്റ്റ് ഓഫ് പോസിറ്റീവ്ലി ചാർജ്. എന്തായാലും കാഥോഡിലോട്ട് പോകണമെങ്കിൽ കാഥോഡ് നെഗറ്റീവാണ്. അപ്പോൾ കാഥോഡിലോട്ട് പോകണമെങ്കിൽ പോസിറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾ ആയിരിക്കണം. ഓക്കെ, ദെൻ ദീസ് പാർട്ടിക്കിൾസ് ആർ പ്രോട്ടോൺ വെൻ ഹൈഡ്രജൻ ഗ്യാസ് ഈസ് യൂസ്ഡ്. ഹൈഡ്രജൻ ഗ്യാസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ പാർട്ടിക്കിൾസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രോട്ടോൺസ്. ഓക്കെ, ദെൻ കാരണം ഹൈഡ്രജൻ്റെ കയ്യിലാണ് നമുക്ക് ഒരു പ്രോട്ടോൺ ഉള്ളത്. ദെൻ മാസ് ഓഫ് പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ 1.673 ഇൻറ്റു 10⁻1.672 ആണ്. 1.672 സംതിങ് ഉണ്ട്. 1.673 ഇൻറ്റു 10⁻⁻27 കിലോഗ്രാം. ഓക്കെ, ചാർജ് വരുന്നത് പ്ലസ് 1.6022 ഇൻറ്റു 10⁻⁻19 കൂളോം. ഓക്കെ, എല്ലാം ശരി. Egon Goldstein observed positively charged canal rays in 1886
The properties of these rays depend on the gas used in experiment, so he did not identify a single fundamental particle. പ്രശ്നം ഇതാണ് പ്രോട്ടോൺ എന്ന് പറയുന്ന കൺസെപ്റ്റ് വരാത്തതിന് കാരണം. പുള്ളിക്കാരൻ 1886 കനാൽ റേ എക്സ്പെരിമെന്റ് നടത്തി പുള്ളിക്കാരൻ കനാൽ റേ എന്ന് പറയുന്ന ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് റേയെ കണ്ടുപിടിച്ചു. ഓക്കെ, പക്ഷേ ഇതൊരു ഫണ്ടമെന്റൽ പാർട്ടിക്കിളായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നതിൽ പുള്ളിക്കാരൻ പരാജയപ്പെട്ടു. കാരണം പുള്ളിക്കാരൻ ഓരോരോ ഗ്യാസിനെ എടുക്കുമ്പോഴും പല പല പ്രോപ്പർട്ടീസ് ആണ് പുള്ളി കിട്ടുന്നത്. അപ്പോൾ കോമൺ ആയിട്ട് ഇങ്ങനെ ഒരാൾ എല്ലാവരിലും ഉണ്ടെന്നുള്ളൊരു ഐഡന്റിഫിക്കേഷൻ പുള്ളിക്ക് പറയാൻ പറ്റിയില്ല. പക്ഷേ ഇലക്ട്രോൺ അങ്ങനെയല്ല, ഇലക്ട്രോൺ കാതുറയാണ്. അപ്പോൾ ഏത് പാർട്ടിക്കിൾ എടുക്കുമ്പോഴും സെയിം പ്രോപ്പർട്ടീസാണ് കിട്ടുന്നത്. അപ്പോൾ പുള്ളിക്ക് മനസ്സിലായി എല്ലാവരിലും ഇങ്ങനെ ഒരു പാർട്ടിക്കിൾ ഉണ്ടെന്ന്. പക്ഷേ ആനോഡയുടെ പ്രത്യേകത നമ്മൾ ഗ്യാസിനെ എടുക്കുമ്പോഴത്തേക്ക് പ്രോപ്പർട്ടീസ് മാറുന്നു. അപ്പോൾ ഇങ്ങനൊരു കോമൺ ആള് എല്ലാവരിലും ഉണ്ടെന്നുള്ളത് പറയാൻ പുള്ളി പരാജയപ്പെട്ടു. ആ പരാജയത്തിന് ശേഷമാണ് നമ്മുടെ ഏണസ്റ്റ് റുദർഫോർഡ് 1897 ഇലക്ട്രോണെ കണ്ടുപിടിക്കുന്നത്. 1917 ഒരു ബൊംബാർഡ്മെന്റ് കണ്ടക്ട് ചെയ്തു. അതായത് നൈട്രജനെ എടുത്ത് ഹീലിയം ന്യൂക്ലിയസുമായിട്ട് അല്ലെങ്കിൽ ആൽഫ പാർട്ടിക്കിൾസുമായിട്ട് കൂട്ടിയിടിപ്പിച്ചപ്പോൾ ഒരു പാർട്ടിക്കിളിനെ ഒബ്സർവ് ചെയ്തു, ഹൈഡ്രജൻ ന്യൂക്ലിയസിനെ. ഹൈഡ്രജൻ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോട്ടോൺ മാത്രം, ന്യൂട്രോൺ ഇല്ല. അപ്പോൾ ഒരു ഹൈഡ്രജൻ ന്യൂക്ലിയസിനെ ഒബ്സർവ് ചെയ്തു. ഹൈഡ്രജൻ്റെ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ്റെ ന്യൂക്ലിയസിനകത്ത് ന്യൂട്രോൺ ഇല്ല, ഒരു പ്രോട്ടോണേ ഉള്ളൂ. ആ ഒരു ന്യൂക്ലിയസിനെ ഐഡന്റിഫൈ ചെയ്തു. അതിനെയാണ് പുള്ളിക്കാരൻ എന്തെന്ന് വിളിച്ചത്. അപ്പം പുള്ളിക്കാരൻ ഫണ്ടമെന്റൽ പാർട്ടിക്കിളിനെ ഐഡന്റിഫൈ ചെയ്തു. പക്ഷെ മറ്റേയാൾ അത് ഐഡന്റിഫൈ ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു. ഇതാണ് നമ്മളുടെ പ്രോട്ടോൺസിന്റെയും ഇലക്ട്രോൺസിന്റെയും ഡിസ്കവറി. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പോൾ ഇവിടെ നിങ്ങൾ ആലോചിച്ചോണേ, കണ്ടുപിടിച്ച ആള് ഗോൾഡ് സ്റ്റീനും, കണ്ടുപിടിച്ചതല്ല പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ ഗോൾഡ് സ്റ്റീനും 1886. പിന്നെ അതിനുശേഷം 1917 അത് പ്രോട്ടോൺ ആണെന്നും അത് ഫണ്ടമെന്റൽ പാർട്ടിക്കിൾ ആണെന്നും ഐഡന്റിഫൈ ചെയ്യുന്നത് റുദർഫോർഡ്. നെക്സ്റ്റ്, ഡിസ്കവറി ഓഫ് ന്യൂട്രോൺ. അത് 1932 ഒരുപാട് സമയത്ത് 1897 ഇലക്ട്രോൺ, 1917 പ്രോട്ടോൺ, അത് ഏണസ്റ്റ് റുദർഫോർഡ്. 1932 ന്യൂട്രോൺസിനെ ഐഡന്റിഫൈ ചെയ്തത്. അത് ജെയിംസ് ചാഡ്വിക് ആണ് ഒരു എക്സ്പെരിമെന്റ് നടത്തിയത്. അതായത് നമ്മളുടെ തൊട്ട് മുന്നേ നമ്മുടെ പ്രോട്ടോണിനെ കണ്ടുപിടിക്കുന്ന ഒരു എക്സ്പെരിമെന്റ് നടത്തിയില്ലേ, നൈട്രജനെ ഹീലിയം ന്യൂക്ലിയസുമായിട്ട് ആൽഫ പാർട്ടിക്കിളുമായിട്ട് കൂട്ടിയിടിപ്പിച്ചില്ല. അതേ കണക്ക് ബെറിലിയത്തിനെ ആൽഫ പാർട്ടിക്കിളുമായിട്ട് കൂട്ടിയിടിപ്പിച്ചു. ആൽഫ പാർട്ടിക്കിളിന്റെ എക്സാമ്പിളാണ് ഹീലിയം. ബെറിലിയത്തിനെ ഹീലിയവുമായിട്ട് കൂട്ടിയിടിച്ചു. അതായത് ബെറിലിയം 49, ഇതാണ് ബെറിലിയം ന്യൂക്ലിയസ്. ഓക്കെ, ഇതിനകത്തോട്ട് നമ്മൾ ഹീലിയത്തെ ആൽഫ പാർട്ടിക്കിളിന്റെ എക്സാമ്പിളാണ് ഹീലിയം. നമുക്ക് കിട്ടിയത് കാർബൺ 612, നൈട്രജൻ 0. അതായത് കൂട്ടി നോക്കിക്ക് 9 4 13, 12 1 13, 4 2 6, 6 0 6. അപ്പം രണ്ട് സൈഡും ഒരേ കണക്ക് തന്നെ ഇരിക്കുന്നത്, പക്ഷെ ഡിഫറെന്റ് ആൾക്കാരെ കിട്ടിയെന്നേ ഉള്ളൂ. അപ്പോൾ കൂട്ടിയിടിപ്പിച്ചപ്പോഴത്തേക്ക് നമുക്ക് കാർബൺ കിട്ടി. അതായത് ബെറിലിയം ന്യൂക്ലിയസ് എടുത്തിട്ട് ആൽഫ പാർട്ടിക്കിൾ, നേരത്തെ നൈട്രജനും ആൽഫയില്ലേ, അപ്പോൾ ഇതാണ് ബെറിലിയം ആൽഫ എടുത്ത് കൂട്ടിയിടിപ്പിച്ചു. വേറെ എന്തെങ്കിലും കിട്ടിയാലോ എന്ന് വിചാരിച്ചു. പക്ഷെ പുള്ളിക്ക് വേറൊരു കാര്യം കിട്ടി. പുള്ളിക്കാർക്ക് ഒരു ന്യൂക്ലിയസ് കിട്ടി, കാർബൺ ന്യൂക്ലിയസ് കിട്ടി. അതിനോടൊപ്പം ചാർജ് ഇല്ല. അതായത് ഇതാണ് ചാർജ്. കാരണം ന്യൂക്ലിയസിന്റെ ചാർജ് അല്ലെങ്കിൽ ന്യൂക്ലിയസിനകത്ത് ഒന്നുമില്ല, ന്യൂക്ലിയസിന് ചാർജ് ഇല്ല. ന്യൂട്രോൺസിന് ചാർജ് ഇല്ലാത്ത ഒരു യൂണിറ്റ് മാത്രം മാസ്സുള്ള ഒരു പാർട്ടിക്കിളിനെ കൂടെ കിട്ടി. ആ പാർട്ടിക്കിളിനെ പുള്ളി വിളിച്ച പേരാണ് ന്യൂട്രോൺസ്. ഓക്കെ, പുള്ളി തന്നെയാണ് അത് ചെയ്യുന്നത്. നോ ഇലക്ട്രിക്കൽ ചാർജ് ഇല്ല, മാസ് സ്ലൈറ്റ്ലി ഗ്രേറ്റർ, പ്രോട്ടോണിനെക്കാട്ടി ചെറിയൊരു മാസ് കൂടുതൽ, പ്രസന്റ് ഇൻ ന്യൂക്ലിയസ് എലോങ് വിത്ത് പ്രോട്ടോൺസിന്റെ കൂടെ തന്നെ ന്യൂക്ലിയസിനകത്ത് കാണപ്പെടും. 1932 ശേഷം 35 ജെയിംസ് ചാഡ്വിക്കിന് ഈ ഡിസ്കവറിക്ക് ഫിസിക്സിന്റെ നോബൽ പ്രൈസ് കിട്ടി. ഈ ഡിസ്കവറിക്ക് ഇതാണ് ഡിസ്കവറി ഓഫ് സബറ്റോമിക് പാർട്ടിക്കിൾ നമുക്ക് പറയാനുള്ളത്. ഓൾമോസ്റ്റ് എല്ലാ ഡിസ്കവറീസും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓൾമോസ്റ്റ് സിലബസിൽ വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ്, ഇനിയാണ് നമ്മൾ ഒരു എക്സ്പെരിമെൻറ്റിലോട്ട് പോകുന്നത്. ഈ എക്സ്പെരിമെൻറ്റിന് ശേഷം നമുക്ക് കുറച്ച് വൺ വേർഡ് ക്വസ്റ്റ്യൻസ്, അതായത് പല എക്സാംസിന് ചോദിച്ച് കണ്ടിട്ടുള്ള, അതായത് PSC ലെവൽ എക്സാംസിന് തന്നെ ഈ ഒരു സെക്ഷൻ എന്ന് പറയുമ്പോൾ ഇതൊരു ചെറിയൊരു സെക്ഷനാണ്, ഒരു +2 ലെവൽ സെക്ഷനാണ്. അപ്പോൾ അതിൻ്റെ വൺ വേർഡ് ക്വസ്റ്റ്യൻസേ നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ അത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കരുത്. അപ്പം അത് അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിനി നമ്മളുടെ റുദർഫോർഡ് നമ്മുടെ സിലബസിൽ എടുത്ത് പറഞ്ഞേക്കുന്ന ഒരു ടോപ്പിക്കാണ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ്. അപ്പോൾ അതെന്തായാലും നമുക്ക് ഡിസ്കസ് ചെയ്തേ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളിനി പോകുന്നത് റുദർഫോർഡിൻ്റെ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റിലോട്ടാണ്. 1911 ഈ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നത്.
ഓക്കെ, എക്സ്പെരിമെൻ്റ് സെറ്റപ്പ് ആദ്യം നോക്കാം. എന്താണ് എക്സ്പെരിമെൻ്റ് എന്ന്? എക്സ്പെരിമെൻറ്റിൽ ഒരു സോഴ്സ് ഉണ്ട്. സോഴ്സ് എന്ന് പറയുന്നത് ആൽഫ പാർട്ടിക്കിൾസിനെ, റേഡിയോ ആക്റ്റീവ് ആൽഫ പാർട്ടിക്കിൾസിനെ അല്ലെങ്കിൽ ആൽഫ പാർട്ടിക്കിൾസിനെ എമിറ്റ് ചെയ്യുന്ന ഒരു സോഴ്സാണ്. ഈ ആൽഫ പാർട്ടിക്കിളിനെ എമിറ്റ് ചെയ്യാൻ നമ്മൾ എടുക്കുന്നത് റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ആയ റേഡിയമാണ്. റേഡിയം എന്ന് പറയുന്ന റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ആണ് നമ്മുടെ സോഴ്സ്. ഈ റേഡിയം എന്ന് പറയുന്ന റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസിൽ നിന്നും ആൽഫ പാർട്ടിക്കിൾസ് എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഈ എമിറ്റ് ചെയ്യുന്ന ആൽഫ പാർട്ടിക്കിളിന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു തിൻ ഗോൾഡ് ഫോയിലാണ്. 2000 ആറ്റംസ് തിക്നെസ് ഉള്ള 2000 ആറ്റംസ് തിക്നെസ് ഉള്ള ഒരു തിൻ ഗോൾഡ് ഫോയിൽ. അത്രത്തോളം നേർത്ത ഫോയിൽ പേപ്പറൊക്കെ ഇല്ലേ, നമ്മുടെ ചോറൊക്കെ പൊതിയുന്ന, അല്ലെങ്കിൽ മീൻസ് നമ്മുടെ പപ്പടമൊക്കെ പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന കല്യാണത്തിന് മുമ്പ് ഒരു ഫോയിൽ പേപ്പർ, ആ പേപ്പറിൻ്റെ അത്രയും തിക്നെസ് ഉള്ള ഒരു ഗോൾഡ് തന്നെ എടുക്കാൻ കാരണം അടിച്ചു പരത്താനൊക്കെ അന്ന് എളുപ്പമായിരുന്നു, ഒത്തിരി അവൈലബിളും ആയിരുന്നു. ഗോൾഡിൻ്റെ ഒരു തിൻ ഗോൾഡ് ഫോയിൽ, ഇതാണ് നമ്മുടെ ടാർഗറ്റ്. അതായത് നമ്മളുടെ സോഴ്സിൽ നിന്ന് വരുന്ന, അതായത് നമ്മളുടെ റേഡിയോ ആക്റ്റീവ് റേഡിയത്തിൽ നിന്ന് വരുന്ന ആൽഫ പാർട്ടിക്കിളിനെ നമ്മൾ നേരെ കടത്തിവിടുന്നത് തിൻ ഗോൾഡ് ഫോയിലോട്ടാണ്. ഇനി ഇവിടുത്തെ ഡിറ്റക്ടർ, അതായത് ഈ വരുന്ന ആൽഫ റേസ് എങ്ങോട്ട് പോയി എന്ന് മനസ്സിലാക്കണ്ടേ? അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ തിൻ ഗോൾഡ് ഫോയിലിന് ചുറ്റും, നമ്മുടെ ടാർഗറ്റിന് ചുറ്റും സറൗണ്ട് ചെയ്യുന്ന ഒരു സിങ്ക് സൾഫൈഡ് സ്ക്രീൻ. ഇതൊരു ഫ്ലൂറസെന്റ് സ്ക്രീനാണ്. ലൈറ്റ് വീണാൽ ഈ സ്ക്രീൻസ് കത്തും. ഓക്കെ, ദെൻ ഇവിടുത്തെ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റിമുലേഷൻസ് ആണ്, മീൻസ് ഫ്ലാഷസ് ആണ്. അതായത് ആൽഫ പാർട്ടിക്കിൾ നമ്മളുടെ ഗോൾഡ് ഡിറ്റക്ടറിനകത്ത് വന്ന് വീഴുമ്പോഴത്തേക്ക് ഫ്ലാഷസ് പ്രൊഡ്യൂസ്ഡ് ആവും. അതാണ് നമ്മുടെ ഒബ്സർവേഷൻ. ഓക്കെ, ഇതാണ് എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. നമുക്കൊരു സോഴ്സ് ഉണ്ട്, ഇതാണ് നമ്മുടെ സോഴ്സ് റേഡിയോ ആക്റ്റീവ് റേഡിയമാണ്. ഇതിനെ നമ്മൾ നേരെ ഒരു തിൻ ഗോൾഡ് ഫോയിലോട്ട് കടത്തിവിടുന്നു. ഗോൾഡ് ഫോയിലിന് ചുറ്റും നമ്മൾ എന്ത് വെച്ചിട്ടുണ്ട്? സിങ്ക് സൾഫൈഡ് സ്ക്രീൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് വരുന്ന ആൽഫ റേസ് ഇവിടെ വന്നിട്ട് എങ്ങോട്ട് പോയി എന്ന് മനസ്സിലാക്കാനാണ് ആ സിങ്ക് സൾഫൈഡ് സ്ക്രീൻ ചുറ്റും വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി പുള്ളിക്കാരൻ കണ്ട ഒബ്സർവേഷൻസ് നമുക്ക് നോക്കാം. പുള്ളിക്കാരൻ കണ്ട ഒന്നാമത്തെ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾസ്, ഏകദേശം 99%, 99% ഓഫ് ആൽഫ പാർട്ടിക്കിൾ. അപ്പം 99%, ഏകദേശം 99% ആൽഫ പാർട്ടിക്കിളും ഈ ഗോൾഡ് ഫോയിലും കടന്നപ്പുറം ചെന്നു. അതിനർത്ഥം നമ്മളൊരു 100 എണ്ണം കടത്തിവിട്ടാൽ അതിൽ 99% എന്ന് പറയുമ്പോഴത്തേക്ക് 100ൻ്റെ 99% 99ആണ്. അപ്പം അത്രയും പാർട്ടിക്കിൾസ് ഇതാ ഈ ഗോൾഡ് ഫോയിലും കടന്നപ്പുറം ചെന്നു. അതിനർത്ഥം ഈ ഗോൾഡ് ഫോയിൽ കടന്നു പോയി. അതാണ് ഒന്നാമത്തെ ഒബ്സർവേഷൻ. പിന്നെ ഫ്യൂ ആൽഫ പാർട്ടിക്കിൾ, ഏകദേശം ഒരു 1%, നമ്മൾ കടത്തിവിടുന്നതിൽ 1% ഏകദേശം ചെറിയ ആംഗിൾ ഡിഫ്ലക്ട് ചെയ്തു. അതായത് ഇതിൻ്റെ ബാക്കിലായിട്ട് വന്ന് വീണാൽ നമുക്ക് പറയാം കടന്നു പോയിന്ന്. ഇവിടെയൊക്കെ വന്ന് വീണാൽ നമുക്ക് പറയാം ഡിഫ്ലക്ട് ചെയ്തോളൂ. കാരണം എവിടെയെങ്കിലും തട്ടിയായിരിക്കും ഇങ്ങോട്ട് മാറുന്നത്, ശരിയല്ലേ? അപ്പോൾ എന്തിലോ തട്ടി മാറി. ഓക്കെ, ഫ്യൂ ആൽഫ പാർട്ടിക്കിൾ ഡിഫ്ലക്റ്റഡ് ലാർജ് ആംഗിൾസ്. ചില ആൽഫ പാർട്ടിക്കിൾ ലാർജ് ആംഗിളിൽ, വലിയ ആംഗിൾ ഡിഫ്ലക്ട് ചെയ്തു 90ന് മുകളിൽ. ഓക്കെ, എക്സ്ട്രീംലി ഫ്യൂ ബൗൺസ് ബാക്ക്, വളരെ കുറച്ച് മാത്രം തിരിച്ചു വന്നു. നമ്മൾ പറയുന്നത് 20,000 എണ്ണം കടത്തി വിടുമ്പോൾ, നമ്മുടെ NCERT അങ്ങനെയാണ് പറയുന്നത്, 20,000 എണ്ണം കടത്തി വിടുമ്പോൾ ഒരെണ്ണം മാത്രം തിരിച്ചു വരും. 20,000 ആൽഫ പാർട്ടിക്കിൾസിനെ അങ്ങോട്ട് കടത്തി വിടുമ്പോൾ ഒരെണ്ണം മാത്രം നമുക്ക് തിരിച്ച് നമ്മുടെ സോഴ്സിൻ്റെ അവിടെ കിട്ടും. ഓക്കെ, ഇതാണ് പുള്ളിക്കാരൻ കണ്ട ഒബ്സർവേഷൻ. മിക്ക ആൽഫ റേസും ഗോൾഡ് ഫോയിലൂടെ കടന്നുപോയി 99%. ദെൻ ഫ്യൂ ആൽഫ പാർട്ടിക്കിൾ ഡിഫ്ലക്റ്റഡ് അറ്റ് സ്മാൾ ആംഗിൾസ്, വെരി ഫ്യൂ ആൽഫ പാർട്ടിക്കിൾ ഡിഫ്ലക്റ്റഡ് അറ്റ് ലാർജ് ആംഗിൾസ്, എക്സ്ട്രീംലി ഫ്യൂ ബൗൺസ് ബാക്ക്. ഓക്കെ, ദെൻ ഇനി അതിൻ്റെ കൺക്ലൂഷനിലോട്ട് പോവാം. മോസ്റ്റ് ഓഫ് ദി ആറ്റം ഈസ് എംപ്റ്റി സ്പേസ്. ആറ്റത്തിൻ്റെ മിക്ക സ്ഥലവും എംപ്റ്റി ആണ്. ആറ്റത്തിൻ്റെ മിക്ക സ്ഥലവും ഒഴിഞ്ഞു കിടക്കുകയാണ്. കാരണം കടന്നു പോകണമെങ്കിൽ, ഇപ്പം ഞാൻ തന്നെ ഇവിടുന്ന് അങ്ങോട്ട് നടന്നു പോകണമെങ്കിൽ വലിയ തിരക്കില്ലാത്തതുകൊണ്ടാണ് എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നത്. അതിനർത്ഥം സ്ഥലം എന്ത് കിടക്കുക? ഒഴിഞ്ഞു കിടക്കുക. അപ്പം നമ്മൾ കടത്തിവിട്ടിൽ 99% കടന്നു പോകണമെങ്കിൽ മിക്ക സ്ഥലവും എന്ത് കിടക്കുക? ഒഴിഞ്ഞു കിടക്കുക. ഒഴിഞ്ഞു കിടക്കുന്നതാണ് കടന്നു പോകാൻ പറ്റുന്നത്. ഓക്കെ, ദെൻ പോസിറ്റീവ്ലി ചാർജ് ഇസ് കോൺസെൻട്രേറ്റഡ് സ്മാൾ റീജിയൻ. കാരണം വലിയ ആംഗിൾ വരുന്ന ഡിഫ്ലക്ഷൻസ്, അതിന് കാരണം ഒരു പോസിറ്റീവ് ചാർജ് അവിടെ ഉണ്ട്. കാരണം ആൽഫ റേസിന് ചാർജ് പോസിറ്റീവാണ്. അപ്പോൾ പോസിറ്റീവ് തട്ടി മാറുക ചെയ്യുന്നു. അപ്പോൾ എങ്ങോട്ടെങ്കിലും തട്ടി മാറണമെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരാൾ ഉണ്ടായിരിക്കണം. പക്ഷെ ആ ആൾ എല്ലാവരെയും തട്ടി മാറ്റുന്നില്ലല്ലോ. അപ്രോക്സിമേറ്റ്ലി 1% ഒക്കെ അല്ലേ മാറുന്നത്. അപ്പോൾ ആ ആൾ ഭയങ്കര ചെറുതാണ്. ഓക്കെ, ദിസ് സ്മാൾ ഡെൻസ് പോസിറ്റീവ്ലി ചാർജ് റേഡിയൻസ് കാൾഡ് ന്യൂക്ലിയസ്. ഈ ഏറ്റവും ചെറിയ ഡെൻസ് ആയിട്ടുള്ള പോസിറ്റീവ്ലി ചാർജ് റീജിയനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ന്യൂക്ലിയസ് എന്ന് വിളിക്കുന്നത്. ദെൻ ഇലക്ട്രോൺസ് റിവോൾവ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ലൈക്ക് പ്ലാനറ്റ് അറൗണ്ട് ദി സൺ. ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നത് പ്ലാനറ്റ്സ് സണ്ണിന് ചുറ്റും റിവോൾവ് ചെയ്യുന്ന കണക്ക് തന്നെയാണ്.
ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നത് പ്ലാനറ്റിന് ചുറ്റും സൺ റിവോൾവ് ചെയ്യുന്ന കണക്ക് തന്നെയാണ്. ഓക്കെ, ഇനി അതിൻ്റെ സിഗ്നിഫിക്കൻസ്. ഒന്ന്, ഓവർത്രോ തോംസൺസ് പ്ലം പുഡിംഗ് മോഡൽ. തോംസൺസിൻ്റെ പ്ലം പുഡിംഗ് മോഡലിൻ്റെ ഒരു ഓവർത്രോ ആണ് നമ്മളിവിടെ കണ്ടത്. അതായത് അതിനെ ഒഴിവാക്കുക, പ്ലം പുഡിംഗ് മോഡലിനെ ഒഴിവാക്കുക. കാരണം പ്ലം പുഡിംഗ് മോഡലിൽ പറയുന്നത് ആറ്റത്തിൻ്റെ മൊത്ത സ്ഥലത്തും ആൾക്കാരുണ്ടെന്നാണ്. അത് ഒരു മാറ്റമാണ്. എസ്റ്റാബ്ലിഷ് ദ ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം. ന്യൂക്ലിയർ മോഡൽ അല്ലെങ്കിൽ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം എസ്റ്റാബ്ലിഷ് ചെയ്തത് പുള്ളിക്കാരനാണ്. ലെഡ് ടു ദ ഡിസ്കവറി ഓഫ് അറ്റോമിക് ന്യൂക്ലിയസ്. അറ്റോമിക് ന്യൂക്ലിയസ് എന്ന് പറഞ്ഞൊരു ചെറിയ ഡെൻസ് പോർഷൻ്റെ ഡിസ്കവറിലോട്ട് നയിച്ചതും നമ്മളുടെ ഈ എക്സ്പെരിമെൻ്റ് ആണ്. അപ്പം ഇത് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻ്റ് പോലെ തന്നെയാണ്, നമ്മളുടെ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഒരു റേഡിയോ ആക്റ്റീവ് സോഴ്സായ റേഡിയം, അതാണ് നമ്മുടെ സോഴ്സ്. അതിൻ്റെ ടാർജറ്റ് എന്ന് പറയുന്നത് ഒരു തിൻ ഗോൾഡ് ഫോയിലാണ്. അതിൻ്റെ ഡിറ്റക്ടർ എന്ന് പറയുന്നത് സിങ്ക് സൾഫൈഡ് സ്ക്രീനാണ് സറൗണ്ട് ചെയ്യുന്ന. പിന്നെ അതിൻ്റെ ഒബ്സർവേഷൻസ് എന്ന് പറയുന്നത് ഫ്ലാഷസ് ആണ്. നമുക്ക് കാണാൻ പറ്റിയത് മിക്കതും കടന്നുപോയി 99%, അപ്രോക്സിമറ്റ്ലി 1% മാത്രമാണ് ചെറുതായിട്ട് ഡിവേറ്റ് ചെയ്യുന്നത്. വളരെ കുറച്ച് വലിയ ആംഗിൾസിൽ ഡിവേറ്റ് ചെയ്യുന്നു, കുറച്ച് മാത്രം തിരിച്ചു വരും. മിക്ക സ്ഥലം ഒഴിഞ്ഞു കിടക്കുകയാണ്. ചെറിയൊരു ഡെൻസർ പോർഷൻ ഉണ്ട്, ആ പോർഷനാണ് ന്യൂക്ലിയസ്. പിന്നെ ന്യൂക്ലിയസിൽ ചുറ്റും ഇലക്ട്രോൺസ് കറങ്ങിക്കൊണ്ടിരിക്കുക. ഇതാണ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മളുടെ വൺ വേർഡ് കുറച്ച് ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. അതായത് ഈ ടോപ്പിക്കിൽ നിന്ന് ചോദിക്കുന്ന വൺ വേർഡ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, നോക്കാം. ഒന്ന്, ഹൂ ഫസ്റ്റ് പ്രൊപ്പോസ് ദ കൺസെപ്റ്റ് ഓഫ് ആറ്റം. ആരാണ് ആദ്യമായിട്ട് ആറ്റം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ആരാ? ഡെമോക്രിറ്റസ് ആണ് ആദ്യമായിട്ട് ആറ്റം എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആറ്റത്തിൻ്റെ പ്രോപ്പർട്ടീസ് പറയുന്നത് ജോൺ ഡാൾട്ടൺ ആണ്. കൺസെപ്റ്റ് മാത്രമേ ഡെമോക്രിറ്റസ് പറഞ്ഞിട്ടുള്ളൂ. കാഥോഡ് റേ കൺസിസ്റ്റ് ഓഫ് വിച്ച് പാർട്ടിക്കിൾ? കാഥോഡ് റേ കൺസിസ്റ്റ് ഓഫ് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ, അല്ലേ? അതിനെയാണ് നമ്മൾ ഇലക്ട്രോൺസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദെൻ കനാൽ റേ കൺസിസ്റ്റ് ഓഫ് വിച്ച് ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾ? കനാൽ റേ എന്ന് പറയുന്നത് പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ്, അതിനെയാണ് നമ്മൾ പ്രോട്ടോൺസ് എന്ന് വിളിക്കുന്നത്. ദെൻ വാട്ട് ഈസ് ദ സ്മാളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് മാറ്റർ ദാറ്റ് റീറ്റെയിൻ കെമിക്കൽ പ്രോപ്പർട്ടി? ഏറ്റവും ചെറിയ പാർട്ടിക്കിൾ, അത് കെമിക്കൽ പ്രോപ്പർട്ടീസ് റീറ്റെയിൻ ചെയ്യുന്ന ആറ്റത്തിൻ്റെ ഏറ്റവും ചെറിയ പാർട്ടിക്കിൾ, അതിനെ വിളിക്കുന്ന പേര് മാറ്ററിൻ്റെ ഏറ്റവും ചെറിയ പാർട്ടിക്കിൾ, അതിനെ വിളിക്കുന്ന പേര് ആറ്റം എന്നാണ്. വെയർ ആർ ദി ഇലക്ട്രോൺസ് ലൊക്കേറ്റഡ് ഇൻ ആൻ ആറ്റം? എവിടെയാണ് ഇലക്ട്രോൺസ് ലൊക്കേറ്റ് ചെയ്യുന്ന ആറ്റത്തിൽ? എവിടെയാണ്? ഔട്ട്സൈഡ് ദി ന്യൂക്ലിയസ്, ന്യൂക്ലിയസിന്റെ പുറത്ത്. ദ സ്പേസ് അറൌണ്ട് ദ ന്യൂക്ലിയസ് വെയർ ഇലക്ട്രോൺ ആർ ഫൗണ്ട് ഈസ് കാൾഡ്. ഓക്കെ, ന്യൂക്ലിയസിന് ചുറ്റുമുള്ള സ്പേസ്, ഇലക്ട്രോണിനെ കാണാനുള്ള ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഫേസ്, അതിനെ വിളിക്കുന്ന പേര് ഇലക്ട്രോൺ ക്ലൗഡ്, അല്ലേ? ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഫേസ്, അതിനെ വിളിക്കുന്ന പേര് ഇലക്ട്രോൺ ക്ലൗഡ് എന്നാണ്. ദെൻ വാട്ട് ഈസ് ദി അറ്റോമിക് മാസ് യൂണിറ്റ് അബ്രിവേറ്റഡ് ആസ്? അറ്റോമിക് മാസ് യൂണിറ്റ് അബ്രിവേഷൻ എങ്ങനെ? AMU. ഒരു അറ്റോമിക് മാസ് യൂണിറ്റ് എത്ര? 1.672 × 10⁻⁻27 കിലോഗ്രാം. അതാണ് 1 AMU എന്ന് പറയുന്നത്. ശരിയല്ലേ? പിന്നെ ഇലക്ട്രോണിനെ കാണാൻ പറ്റുന്ന സ്ഥലങ്ങൾ എവിടെ? ഇലക്ട്രോൺ ക്ലൗഡുകളാണ്. അതിനാണ് നമ്മൾ ഓർബിറ്റലുകൾ എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ്, വാട്ട് ഗ്യാസ് ഗീവ്സ് ലൈറ്റസ്റ്റ് കനാൽ റേ? ഏറ്റവും ലൈറ്റസ്റ്റ് ആയിട്ടുള്ള കനാൽ റേ തരുന്നത് ആരാ? ഹൈഡ്രജൻ ഗ്യാസ്. ഓൾറെഡി നമ്മൾ പറഞ്ഞതാണല്ലേ. ദെൻ ഹൈഡ്രജൻ ഗ്യാസിൻ്റെ ആ കനാൽ റേ ആണ് നിങ്ങൾ പ്രോട്ടോൺ എന്ന് വിളിക്കുന്നത്. ശരിയല്ലേ? ദെൻ നെക്സ്റ്റ്, കനാൽ റേ ആർ ഓൾസോ നോൺ ആസ്. കനാൽ റേ വിളിക്കുന്ന വേറൊരു പേര് ആനോഡ് റേ എന്നാണ്. കനാൽ റേ വിളിക്കുന്ന വേറൊരു പേര് ആനോഡ് റേ, അല്ലേ? വാട്ട് പ്രോപ്പർട്ടി ഓഫ് കാഥോഡ് റേസ് ഇൻഡിക്കേറ്റ് ദേ ഹാവ് മാസ്? കാഥോഡ് റേയുടെ ഏത് പ്രോപ്പർട്ടിയാണ് അവർക്ക് മാസ് ഉണ്ടെന്ന് പറഞ്ഞു തരുന്നത്? ഏത് പ്രോപ്പർട്ടിയാണ്? മെക്കാനിക്കൽ എഫക്റ്റ് ആണ്, അല്ലേ? Then the mass of proton approximately dash times the mass of electron. ആൻസർ 1836, 1800 മുകളിലാണ് വരുന്നത് കേട്ടോ, അപ്രോക്സിമേറ്റ്ലി. വാട്ട് ഹാപ്പൻസ് വെൻ ആൻ ആറ്റം ലോസസ് ഇലക്ട്രോൺ? എന്താണ് ആറ്റം ഇലക്ട്രോണിനെ ലോസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്? ഇലക്ട്രോണിനെ ലോസ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺ പോവുകയാണ്. ഇലക്ട്രോൺ പോകുമ്പോഴത്തേക്ക് ഒരു പോസിറ്റീവ് ചാർജ് വരും, അതായത് കാറ്റയോൺ ആയിട്ട് മാറും, ബിക്കം പോസിറ്റീവ്. വാട്ട് ഡിറ്റർമൈൻസ് ദ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എൻ എലമെന്റ്? ഒരു എലമെന്റിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് തീരുമാനിക്കുന്ന അറ്റോമിക് നമ്പർ ആണ്. പീരിയോഡിക് ടേബിൾ എത്രാമത്തെ പൊസിഷൻ ആണെന്നുള്ളത്. വാട്ട് ഫ്രാക്ഷൻ ഓഫ് അറ്റോമിക് വോളിയം ഡസ് നമ്മളുടെ ന്യൂക്ലിയസ് ഓക്യുപ്പൈ? 10⁻⁻15 പോർഷൻ ആണ് നമ്മുടെ ന്യൂക്ലിയസ് ഓക്യുപ്പൈ ചെയ്യുന്നത്. ഇതെല്ലാം ജസ്റ്റ് ചോദിച്ച് കണ്ട കുറച്ച് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഞാൻ കോപ്പി ചെയ്ത് വെച്ചതേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. ഇത് പല എക്സാംസിനായിട്ട് ചോദിച്ച് കണ്ട ക്വസ്റ്റ്യൻസ് ആണ്, +2 ലെവൽ എക്സാംസ് ആണ്. അത് കെമിസ്ട്രി ടോപ്പിക്ക്, നമ്മുടെ ഈ ടോപ്പിക്കിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ് എടുത്ത് വെച്ചതേ ഉള്ളൂ. നമുക്കിനി നമ്മുടെ MCQ ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ഫസ്റ്റ് വൺ, ഹൂ പ്രപ്പോസ് ദ കൺസെപ്റ്റ് ഓഫ് ഇൻഡിവിസിബിൾ ആറ്റം? ആരാണ് ഇൻഡിവിസിബിൾ ആറ്റം എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നത്? ആര്? ഡെമോക്രിറ്റസ്. ഡെമോക്രിറ്റസ് ആണ് ഇൻഡിവിസിബിൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ശരിയല്ലേ? നെക്സ്റ്റ്, ദ E/M റേഷ്യോ ഫോർ ഇലക്ട്രോൺ വാസ് ഫസ്റ്റ് ഡിറ്റർമൈൻഡ് ബൈ?
ഇലക്ട്രോണിൻ്റെ E/M റേഷ്യോ ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് ആരാ? ജെ തോംസൺ. ജെ തോംസൺ ആണ് E/M റേഷ്യോ എത്ര 1.758 ഇൻറ്റു 10⁻11 കൂളോം/കിലോഗ്രാം. ശരിയല്ലേ? ഇതിനെയാണ് നിങ്ങൾ E/M റേഷ്യോ എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ്, ദ ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ എത്ര 1.6022 ഇൻറ്റു 10⁻19. 1.6022 ഇൻറ്റു, പക്ഷേ ഇലക്ട്രോൺ ആയതുകൊണ്ട് മൈനസ്, പ്രോട്ടോൺ ആണെങ്കിൽ പോസിറ്റീവ്. നെക്സ്റ്റ്, കനാൽ റേസ് ആർ. എന്താ കനാൽ റേസ്? പോസിറ്റീവ്ലി ചാർജുള്ള റേസ് ആനോഡിൽ നിന്ന് കാഥോഡിലോട്ട് പോകും. ഓക്കെ. സ്ട്രീം ഓഫ് ഇലക്ട്രോൺ അല്ല, പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് സ്ട്രീം ഓഫ് പ്രോട്ടോൺസ് ആണ്. സ്ട്രീം ഓഫ് ന്യൂട്രോൺസ് അല്ല, ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനും അല്ല. നെക്സ്റ്റ്, വിച്ച് പാർട്ടിക്കിൾ ഹാസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ മാസ് ടു പ്രോട്ടോൺ. പ്രോട്ടോണുമായിട്ട് ഈക്വൽ മാസ് വരുന്ന ആർക്കാ? ന്യൂട്രോൺസിനാണ്. ഏകദേശം സിമിലർ. ശരിയല്ലേ? ന്യൂട്രോൺസിനാണ് ഏകദേശം സിമിലർ ഇത് വരുന്നത്. ദെൻ ഇഫ് ദ മാസ് ഓഫ് പ്രോട്ടോൺ ഈസ് 1.673 into 10⁻27 kilogram and mass of electron is 9.1 into 10⁻31 kilogram, what is the ratio of mass of proton to electron? പ്രോട്ടോണിൻ്റെ ഇലക്ട്രോണിൻ്റെയും മാസുകളുടെ റേഷ്യോ നമുക്കത് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ നമുക്കൊരു എക്സാക്ട് വാല്യൂ കിട്ടുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ എടുത്തത് കേട്ടോ. മാസ് ഓഫ് പ്രോട്ടോൺ എത്ര 1.672 into 672, പിന്നെ അങ്ങ് പോവാം. അതാണ് ഈ റേഷ്യോയ്ക്ക് ചെറിയൊരു വ്യത്യാസം വരുന്നത്. ഇപ്പം നമുക്ക് തന്നിരിക്കുന്ന വാല്യൂവിന് എടുക്കാം 10⁻27 ഡിവൈഡഡ് ബൈ 9.1 into 10⁻30, 9.109 കേട്ടോ. ഒന്ന് ചെയ്ത് നോക്കാം. ഞാൻ എന്തായാലും ഇതിനെ അങ്ങ് മുകളിൽ കൊണ്ടുപോകുമ്പോഴത്തേക്ക് 10⁻27 into 10⁻31 വരും. രണ്ടും കൂടെ ചെയ്യുമ്പോഴത്തേക്ക് 10⁻4 വരും. 10⁻4 അവിടെ കിടക്കട്ടെ. ബാക്കി ഞാനൊന്ന് ചെയ്ത് നോക്കാം. ബാക്കി നമുക്ക് വന്നിരിക്കുന്ന വാല്യൂസ് എന്ന് പറയുന്നത് 1.673 ഡിവൈഡഡ് ബൈ 9.109 ഇൻറ്റു 10⁻4 നമുക്ക് കിട്ടുന്നത് 1836 എന്നുള്ള ഒരു വാല്യൂ ആണ്. 1836 ടൈംസ്. ഓക്കെ. നെക്സ്റ്റ്, ന്യൂട്രോൺസ് വെയർ ഡിസ്കവേർഡ് ബൈ. ആരാ ന്യൂട്രോൺസിനെ കണ്ടുപിടിച്ചത്? ജെയിംസ് ചാഡ്വിക് ആണല്ലേ. ജെയിംസ് ചാഡ്വിക് ബെറിലിയത്തെ ആൽഫ പാർട്ടിക്കിളുമായിട്ട് കൂട്ടിയിടിപ്പിച്ചിട്ടുണ്ട്. നെക്സ്റ്റ്, വിച്ച് റേസ് ഇൻ ഡിസ്ചാർജ് ട്യൂബ് ട്രാവൽ ഫ്രം ആനോഡ് ടു കാഥോഡ്. ആനോഡ് ടു കാഥോഡ് ട്രാവൽ ചെയ്യുന്ന റേയെ വിളിക്കുന്ന പേര് ആനോഡ് റേ അല്ലെങ്കിൽ കനാൽ റേ. കാഥോഡ് റേ അല്ല, കനാൽ റേ. ആൽഫ റേസ് അല്ല, എക്സ് റേസും അല്ല. നെക്സ്റ്റ്, ദ ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ് വാസ് പെർഫോംഡ് ടു ഡിറ്റർമൈൻ. ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ് നമ്മൾ എന്തിനാണ് കണ്ടുപിടിക്കുന്നത്? ഇലക്ട്രോണിന്റെ ചാർജ് കണ്ടുപിടിക്കാൻ. 6 മില്ലിക്കാണ് അല്ലേ, 1909. ഓക്കെ. E/M റേഷ്യോ കണ്ടുപിടിച്ച് ജെ തോംസൺ തന്നെ അല്ലേ. ചാർജ് ഓഫ് ഇലക്ട്രോൺ, മാസ് ഓഫ് ഇലക്ട്രോൺ അല്ല, വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ അല്ല. നെക്സ്റ്റ്, ദ E/M റേഷ്യോ ഓഫ് ഇലക്ട്രോൺ ഈസ് 1.67 into 10⁻11 കൂളോം/കിലോഗ്രാം. ചാർജ് ഓഫ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ മാസ് ഓഫ് ഇലക്ട്രോൺ. ആക്ച്വലി ഇത് റേഷ്യോ വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ്, പക്ഷെ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. എത്ര? 9.1 into 10⁻31 കിലോഗ്രാം. നെക്സ്റ്റ്, അസേർഷൻ. ഓക്കെ, കുറച്ച് അസേർഷൻ ക്വസ്റ്റ്യൻസ് ആണ്. കാഥോഡ് റേ ട്രാവൽ ഫ്രം കാഥോഡ് ടു ആനോഡ് ഇൻ ഡിസ്ചാർജ് ട്യൂബ്. കാഥോഡ് റേ കാഥോഡിൽ നിന്ന് ആനോഡിലോട്ട് മൂവ് ചെയ്യുന്നു. കാഥോഡ് റേ കൺസിസ്റ്റ് ഓഫ് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ കാൾഡ് ഇലക്ട്രോൺസ്. കാഥോഡ് റേയിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ഉണ്ട്. ശരിയല്ലേ? ഈ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ഉള്ളതുകൊണ്ടാണ് ആനോഡിലോട്ട് പോകാൻ പറ്റുന്നത്. കാരണം ആനോഡിൻ്റെ ചാർജ് പോസിറ്റീവാണ്. അപ്പോൾ അസേർഷനും ശരിയാണ്, റീസണും ശരിയാണ്. കാരണം റീസൺ പറയുന്നത് കാഥോഡിൽ നിന്ന് ആനോഡിലോട്ട് പോകുന്നു. കാരണം കാഥോഡിൽ പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിളാണ് ഉള്ളത്, അതുകൊണ്ടാണ് ആനോഡിലോട്ട് പോകുന്നത്. സോ അസേർഷനും ശരിയാണ്, റീസണും ശരിയാണ്. റീസൺ വെച്ചിട്ട് നമുക്ക് അസേർഷനെ എക്സ്പ്ലെയിൻ ചെയ്യാനും പറ്റുന്നുണ്ട്. നെക്സ്റ്റ്, കനാൽ റേ ഹാവ് ഡിഫറൻറ്റ് E/M റേഷ്യോ ഫോർ ഡിഫറൻറ്റ് ഗ്യാസ്. അത് ശരിയല്ലേ? കനാൽ റേസിന് ഡിഫറൻറ്റ് E/M റേഷ്യോസ് ആണ്. ശരി. കനാൽ റേ കൺസിസ്റ്റ് ഓഫ് പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ഓഫ് ദി ഗ്യാസ് പ്രസന്റ് ഇൻ ദ ട്യൂബ്. കനാൽ റേയിൽ കാണാൻ പറ്റുന്ന പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ്. ശരിയല്ലേ? ആ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആയതുകൊണ്ടാണ് നമുക്ക് എന്താ ഡിഫറൻറ്റ് E/M റേഷ്യോ കിട്ടുന്നത് തന്നെ. ശരിയാണല്ലോ? സോ അസർഷനും ശരിയാണ്, റീസണും ശരിയാണ്, കറക്റ്റ് എക്സ്പ്ലനേഷനാണ് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ്, ന്യൂട്രോൺസ് ആൻഡ് ഇലക്ട്രോൺസ് ഇൻ Cl35-. നമുക്ക് നോക്കാം. Cl 17ാമത്താണ് പ്രോട്ടോൺ, നമുക്ക് തന്നിട്ടില്ല. 35-. ഓക്കെ. ഇനി ഇതാണ് നമ്മുടെ അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്
ഇസഡ് 17 അല്ലെ. മാസ് നമ്പർ എ എന്ന് പറയുന്നത് 35. നമുക്കറിയാം പ്രോട്ടോൺസിന്റെ എണ്ണം എന്ന് പറയുന്നത് അറ്റോമിക് നമ്പറാണ്. അപ്പോൾ പ്രോട്ടോൺസിന്റെ എണ്ണം 17. ന്യൂട്രോൺസിന്റെ എണ്ണം പറയുന്നത് മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ 35 മൈനസ് 17, അതായത് 18. ഇനി ഇലക്ട്രോൺസിന്റെ എണ്ണം എന്ന് പറയുന്നത് ഈ ചാർജ് ഇല്ലായിരുന്നെങ്കിൽ അറ്റോമിക് നമ്പർ തന്നെ നിങ്ങൾക്ക് ഇലക്ട്രോൺസിന്റെ എണ്ണമാക്കി എടുക്കാം. ഇവിടെ ചാർജ് നമുക്ക് വന്നതുകൊണ്ട് അറ്റോമിക് നമ്പറിനെ ഇലക്ട്രോൺസിന്റെ എണ്ണമാക്കി എടുക്കരുത്. ചാർജ് എത്ര? മൈനസ്. അപ്പം 17ന്റെ കൂടെ മൈനസ് ആകുമ്പോൾ ഒന്നും കൂടെ കൂട്ടുക. പ്ലസ് ആയിരുന്നെങ്കിൽ ഒന്ന് കുറയ്ക്കുക. എത്ര പ്ലസ് ഉണ്ട് അത്രയും കുറയ്ക്കുക, എത്ര മൈനസ് ഉണ്ട് അത്രയും കൂട്ടുക. 17 1 18. ഇലക്ട്രോൺസിന്റെ എണ്ണം 18. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു സെക്ഷനകത്ത് വരുന്നത്. ബാക്കി നമുക്ക് അറ്റോമിക് മോഡൽസ് എന്ന് പറഞ്ഞ് പുതിയ സെക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. അപ്പം നെക്സ്റ്റിൽ നമുക്ക് അറ്റോമിക് മോഡൽസ് എന്ന് പറയുന്ന സെക്ഷൻ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.